ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കാൽനൂറ്റാണ്ട് കാലമായി ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ വൈവിധ്യമാർന്ന പ്രബോധന പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്നു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. സെന്ററിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ, പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളടങ്ങിയ ഓഡിയോ വീഡിയോ സീരീസ്, ഓഡിയോ ആൻഡ് വീഡിയോ കാസറ്റുകൾ. 10 റിയാലടച്ച് സെന്ററിന്റെ ലൈബ്രറിയിൽ അംഗമാകുക. 6 മാസ കാലയളവിൽ യഥേഷ്ടം കാസറ്റുകൾ തിരഞ്ഞെടുക്കുകയും തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാവുന്ന അതുല്യമായ സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം ഉപയോഗിക്കൂ. ബന്ധപ്പെടുക ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് പിൻവശം, മദീന റോഡ്. ടെലിഫോൺ 6532 65239995. വെബ്സൈറ്റ് jiic.net. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളുടെ ഇസ്ലാഹി സംഘടനയായ ജിദ്ദ ഇസ്ലാഹി സെന്റർ നടത്തുന്ന ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരമൊരുക്കിത്തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. വളരെ സന്തോഷമുള്ള സന്ദർഭങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ കൂടുതൽ താല്പര്യത്തോടു കൂടി ആളുകൾ രംഗത്ത് വരുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ വിജയിക്കുകയും അതോടൊപ്പം വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. അള്ളാഹു മനുഷ്യർക്ക് മാർഗദർശനമായി നൽകിയ പരിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ അറിവില്ലായ്മ മറ്റൊന്നുമില്ല
എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിന് നമ്മൾ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നത് എന്ന് സ്വന്തം വിലയിരുത്തുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. എന്നാൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുമെന്നത് തീർച്ചയാണ്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് പരിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്നുവോ എന്ന് നോക്കിയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെ നല്ലതും ചീത്തയുമായി നമ്മൾ വേർതിരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ എന്താണ് ഖുർആൻ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ, വാചാലമാകാൻ നമ്മളുടെ അടുക്കൽ അതിനുള്ള വിജ്ഞാനം ഉണ്ടാകേണ്ടതുണ്ട്. വേറെ ഏതൊരു വിഷയമായിരുന്നാലും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കാനുമൊക്കെ പറയാനുമൊക്കെ നമ്മളുടേതായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഖുർആനിനെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ അറിഞ്ഞത് എന്തുണ്ട്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ ചൂടിനെക്കുറിച്ച് 4 സ്ഥലത്ത് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം തണുപ്പിനെക്കുറിച്ച് 4 സ്ഥലത്ത് പ്രതിപാദിക്കുകയാണ്. സൽക്കർമ്മങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ ദുഷ്കർമ്മങ്ങളിൽ കൊണ്ട് മനുഷ്യന് വരാവുന്ന അപകടത്തെക്കുറിച്ച് ഖുർആൻ ഓരോ ഇടങ്ങളിലായി, ഓരോ പേജുകളിലായി സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വിലയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഖുർആൻ അവിശ്വാസത്തിൻ്റെ അപകടത്തെക്കുറിച്ച് വളരെ ഗൗരവമായി കൊണ്ട് തന്നെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ, ഖുർആനിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ എന്നതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമുകളിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഉദാഹരണങ്ങളുണ്ട്. എന്തിനാണ് സഹോദര ഉദാഹരണമെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നവൻ ഏതൊരു കാര്യത്തെയും ഉദാഹരണങ്ങളിലൂടെ പരിചയപ്പെടുത്തി തരുന്നു. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മാർഗദർശനമായി അള്ളാഹു നമുക്ക് വേണ്ടി ഇറക്കിത്തന്നതാണ്. മനുഷ്യർക്കുള്ള നിരോധനങ്ങളുണ്ടതിൽ, മനുഷ്യർക്കുള്ള അനുവദനീയമായ കാര്യങ്ങളുണ്ടതിൽ. നഷ്ടപ്പെട്ടു പോകത്തക്ക, ജീവിതം നഷ്ടപ്പെട്ടു പോകത്തക്ക വിധത്തിലുള്ള ഒരു നിർദ്ദേശമല്ല പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുസ്തകങ്ങൾ കാണാൻ കഴിയും. നമുക്കുള്ള മാർഗദർശനങ്ങൾ നൽകാനുതകുന്ന വിധത്തിലുള്ള കഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അസ്ഹാബുൽ കഹ്ഫുകൾ, ഗുഹാവാസികളുടെ കഥ. നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ മുസ്ലിം സമൂഹം ചർച്ച ചെയ്യാറുള്ളത് അവരുടെ കൂടെയുള്ള നായ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നാണ്. നമ്മളെ കാര്യം എന്താ നമ്മളിപ്പോൾ ആലോചിക്കാറില്ല. പക്ഷേ അതല്ല വേണ്ടത്. അത് വലിയ ഒരു കാര്യമായി, ഒരു ചരിത്ര സംഭവമായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. താക്കീതുകളുണ്ട്, അതിൽ മുന്നറിയിപ്പുകളുണ്ട്. ജീവിതം നല്ലതായ രൂപത്തിൽ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ, തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ, അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവൻ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിന്ന മനുഷ്യൻ, സൽക്കർമ്മങ്ങളോടൊട്ടിച്ചേർന്ന് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ ഇഹലോകം കഴിഞ്ഞാൽ പരലോകത്ത് അല്ലാഹു സ്വർഗപ്പൂങ്കാവനം നൽകുന്നതാണ്. എന്നാൽ ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങേ അറ്റം കത്തിയെരിയുന്ന നരകാഗ്നിയിൽ കത്തിയെരിയേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകളും പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അല്ലേ? താക്കീതുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന രൂപത്തിൽ, നമുക്ക് വ്യക്തമാക്കുന്ന രൂപത്തിൽ അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലേ? പരലോകത്തിൻ്റെ ചിത്രീകരണം. ഏതൊരു മനുഷ്യനും ഇഹലോകത്ത് ജീവിക്കുന്നവൻ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും മറികടക്കാതെ ഒരാളും തന്നെ ജീവിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ സ്വർഗം പണിയാനാണ് നമ്മളെല്ലാവരും അധ്വാനിക്കുക. ഒരു വീടിൻ്റെ മുമ്പിൽ കുറച്ച് പുല്ല്, ആ പുല്ല് നനക്കാനൊരു ഓസ്, അതുപോലെ അവിടുന്ന് പോകാനൊരു വാഹനം. ഇതും ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കറിയോ? ഇനി എന്തിനാ ഒരു സ്വർഗത്തിൻ്റെ ആവശ്യം എന്നാ? സഹോദരൻ ആലോചിച്ച് നോക്കുക. മരണത്തെ ഭയപ്പെടാത്തൊരു സെക്കൻഡ് നമ്മുടെ മുമ്പിലില്ല. നമ്മളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോൾ
പെട്ടെന്ന് ബ്രേക്ക് ഇടണീൻ്റെ മുമ്പാലേക്കാണ് എൻ്റെ കഥ കഴിഞ്ഞു എന്നാ. പിന്നെയാണ് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത്. ഏതൊരു നിമിഷത്തിലും മരണത്തെ ഭയപ്പെടാത്തൊരു സെക്കൻഡ് ഒരു മനുഷ്യൻ്റെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മരണം മുന്നിൽ കാണാത്ത ഒരവസ്ഥയല്ല. പക്ഷേ പരലോകമെന്ന് സ്വർഗം എന്ന് പറയുന്നത് ഒന്നിനെയും ഭയപ്പെടാത്ത, ആരും എടുത്തു പറയാത്ത, ആരും കഷ്ടപ്പെടുത്താത്ത ഒരു ലോകത്തേക്ക് എത്തിച്ചേരുന്നതിൻ്റെ അവസ്ഥ ചിത്രീകരിക്കുകയാണ്. പരലോകത്തെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണൊക്കെ തുറിച്ച് മുഖം വിവർണമായി നിൽക്കുന്ന അവസ്ഥ ചിത്രീകരിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ ഭാഗങ്ങളും നമ്മൾ സുഹൃത്തെ ഒന്ന് ഒഴിവുണ്ടാകുന്ന സമയത്തൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മൾ ഈ സമ്പത്ത് ശേഖരിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കലാമുകളിൽ നിന്ന് വിജ്ഞാനം സംഭരിക്കുന്ന കൂട്ടത്തിൽ കൂടി ഉൾപ്പെട്ടാൽ നമുക്ക് ഇഹലോകവും പരലോകവും നമ്മുടെ ഒരു ഗുണത്തിനു വേണ്ടി രേഖപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലേക്ക് നമുക്ക് ചേർക്കാൻ കഴിയും. പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ, പ്രകൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. വെറുതെ പ്രകൃതി കാണാൻ എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ടൂറ് പോകുന്നവരുണ്ട്. എന്താ പടച്ചോൻ പറഞ്ഞിട്ടില്ലേ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞിട്ട്. പടച്ച റബ്ബ് സഞ്ചരിക്കാനും മേപ്പിട്ട് നോക്കി നടക്കാനും അന്നത്തെ ദിവസം നിസ്കാരം കളയാനും പോയി കള്ളുടിക്കാനും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുമതി നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഈ പ്രകൃതിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ ആ വസ്ത്രം ഉണ്ടാക്കിയിടത്ത് അതിൻ്റെ കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയാണ്. അതിനെത്ര ചിലവുണ്ടറിയോ? പക്ഷേ ഒരു പൂമ്പാറ്റ അതിന് ഇറങ്ങി വന്നാൽ എത്രയോ നല്ല വസ്ത്രം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉഷാറായ പുള്ളി അതിൻ്റെ പുറത്ത് പടച്ചേക്കുകയാണ്. 5 പൈസ ചിലവില്ല. അത്രയും നല്ല വളരെ വർണ്ണം നിറഞ്ഞ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള അലങ്കാര പുഷ്പങ്ങളോട് കൂടിയ വസ്തുക്കൾ അവരുടെ ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചിന്തിക്കുന്നവൻ അത് മതി. ആകാശവും ഭൂമിയും കുറിച്ചും ചിന്തിക്കുന്നവൻ അത് മതി. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ചക്രവാളവും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പരിശോധിച്ചാൽ മതി അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അവനാൻ്റെ തടിയെക്കുറിച്ച് ആലോചിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ആലോചിക്കും എന്താണ് അസുഖം, ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യാനും ഒക്കെ മെനക്കെടാറുണ്ട്. പക്ഷെ നമ്മളുടെ ശരീരത്തിൽ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കണം. എത്രയോ സംവിധാനമുണ്ട്. കണ്ണൊരു ഓപ്പറേഷന് വിധേയമാക്കിയാലാണ് ഈ ഉള്ള ലെൻസിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. 3,500 റുപ്യ 4,000 റുപ്യൊക്കെയാണ് ലെൻസ് ശരിയാക്കി ഒന്ന് അങ്ങോട്ടും ആക്കി വെക്കാൻ ഒരു ഞരമ്പ് ജീവിപ്പിച്ചാലൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഇല്ല, അത്തരത്തിലുള്ളതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതുമാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്. ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു, ബുശ്റാലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കൊരു സന്തോഷ വാർത്തയാകുന്നു ഖുർആൻ. സത്യവിശ്വാസം സ്വീകരിച്ചവനൊരു സന്തോഷ വാർത്തയാണ്. അതല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെറുതെ പിന്നെ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, ശിർക്ക് ചെയ്യാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല, 5 നേരം നിസ്കരിക്കണം, വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് ഈ ഖുർആൻ കൊണ്ടും ദീൻ കൊണ്ടും ഒക്കെ ഉണ്ടായത് എന്ന് അഭിപ്രായം പറയണില്ലേ. പക്ഷെ മരിച്ചു പോണ നേരത്ത് ഇതൊരബദ്ധമായി പോയല്ലോ, ഞാൻ ഇത്രയും അനുഷ്ഠിക്കാത്തതെന്ന് അപ്പം തോന്നും. പക്ഷെ അപ്പം തോന്നിയത് കൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് രണ്ടാമതായി നമുക്ക് ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് അന്ന് നന്നാകാമായിരുന്നു സഹോദരന്മാരെ. പക്ഷേ അത് കിട്ടൂലല്ലോ, ഇവിടെ തന്നെ നമ്മളിത് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇഹലോകത്ത് നല്ല ഒരു ജീവിതം നയിച്ചവന് ഇവിടെ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുക കുട്ടികളുടെ റിസൾട്ടാകാം, നമ്മളെ വിസൻ്റെ കടലാസ് ശരിയായതാകാം, ഇഖാമ കിട്ടിയതാകാം, അതൊക്കെ സന്തോഷ വാർത്തയാണ്. പക്ഷേ അതിനൊക്കെ ഒരു സന്തോഷ വാർത്തക്ക് ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ പടച്ച തമ്പുരാൻ്റെ കലാം നൽകുന്ന സന്തോഷമുണ്ടല്ലോ. ഈഹലോകത്ത് ഒരു മനുഷ്യൻ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചുവെങ്കിൽ അവന് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന സ്വർഗപ്പൂങ്കാവനത്തെ സംബന്ധിച്ചുള്ള അങ്ങേ അറ്റത്തെ സന്തോഷം നൽകുന്ന, ഹൃദയത്തിന് കുളിർമ നൽകുന്ന സന്തോഷ വാർത്തയാണ് ഖുർആൻ നൽകുന്നത്. യഥാർത്ഥത്തിൽ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിനെ സമീപിക്കണം. വിഭവസമൃദ്ധമായൊരു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നാൽ, വിശന്ന് വലഞ്ഞോൻ മുമ്പിലിരുന്നിട്ട് ആദ്യം ഒന്ന് തിന്നണതിൻ്റെ മുമ്പ് നോക്കുക എന്തൊക്കെ ഉണ്ട്, ഭയങ്കരമാണല്ലോ, ഇന്ന് ഗംഭീരാക്കിയണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളെ വിശപ്പ്, ഒന്ന് നമ്മുടെ മുമ്പിൽ വെച്ച വിഭവങ്ങളുടെ വ്യത്യസ്തത. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയമായ വിശപ്പുമായി ചെന്നിരിക്കുന്നുവെങ്കിൽ വിഭവസമൃദ്ധമായൊരു ഭക്ഷണ തളികക്ക് മുമ്പിൽ ചെന്നിരുന്ന അനുഭവം ഉണ്ടാവുന്ന.
പക്ഷേ നമ്മളൊക്കെ ഈ മാന്തിച്ചൊറിഞ്ഞ് ചെന്നിരിക്കുക, ഇരുന്ന് ഓതാൻ മെനക്കെടുമ്പോഴത്തേനും ഉറക്കം വരിക എന്നൊക്കെ വരുന്നത് നമ്മളുടെ ആത്മീയ വിശപ്പ് ആത്മാവിൽ അത്രയേ ഉള്ളൂ ശരിക്കുള്ളത് അല്ലേ. ഒരു പ്രസംഗം കേൾക്കാൻ പോയാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഉറക്കം വരും. ഒരു കല്യാണത്തിന് പോയാൽ 2:45 ഉറങ്ങല്ല, ഇനി രണ്ടാമത് എവിടെയെങ്കിലും വിളമ്പിടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കും നമ്മൾ. അല്ലെങ്കിൽ ഇനി പുതിയാപ്പിള വരുമ്പോഴുള്ള പായസം ഇവിടെ കൊടുക്കൽ തുടങ്ങിക്കണോ എന്നൊക്കെ ചോദിക്കും. കാരണം നമ്മൾക്കിങ്ങനെ വിശപ്പ് 11 മണിക്ക് കഴിച്ചത് വിശപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്മീയമായി നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞതേ ഉള്ളൂ ഗ്യാപ്പുള്ളൂ. ദീനിൻ്റെ കാര്യത്തിന് കുറഞ്ഞൊരു വകുപ്പ് മാത്രമേ നമ്മളെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ തലച്ചോറിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെറുപ്പുണ്ട് എന്നല്ലട്ടോ പറയുന്നത്, എന്നാലും അതിനോട് വലിയ ഒരു താല്പര്യം ചില സമയത്ത് നമുക്ക് തോന്നാതിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഗുണപാഠമാണ്. കാരണം മനുഷ്യന് നൽകുന്ന പാഠം, ഒരുപാട് പാഠം നൽകുന്ന പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതിലെ പാഠം ഒന്ന് എന്നൊക്കെ പറയുന്നത് തന്നെ മനുഷ്യനെ നിന്ദിക്കുവാനും മതങ്ങളെ നിന്ദിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ മനുഷ്യനുള്ള ഗുണപാഠമാണ്. ഖദ് ജാഅകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള ഗുണപാഠം അഥവാ നമുക്ക് കാഴ്ചയായിക്കൊണ്ട് നൽകുന്ന ദിശ നൽകുന്ന പാഠമിതാ എത്തിയിരിക്കുന്നു. നമുക്കുള്ള അള്ളാഹു നൽകുന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്കുള്ള വലിയ ഒരു ഗുണപാഠമാണ്. അതുപോലെ ഉപദേശിക്കുന്ന പരിശുദ്ധ ഖുർആൻ സന്മാർഗത്തിൻ്റെ ദർശനമാണ്. ഫഖദ് ജാഅതുകും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തത ഇതാ വന്നിരിക്കുകയാണ്. ഖുർആൻ യഥാർത്ഥത്തിൽ അവ്യക്തതയല്ല. ഇവിടെയൊക്കെ മനുഷ്യനെ ടെൻഷൻ ഉണ്ടാക്കി കണ്ടാണ് ആളുകൾ ഓരോ വാർത്തകൾ കൊടുത്തിട്ട് ടെൻഷൻ ഉണ്ടാക്കുകയാണ്. ടെൻഷൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അവ്യക്തത കൊടുക്കുക, എന്നിട്ട് പിറ്റേ ദിവസം വ്യക്തതയിലേക്ക് എത്തിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ഖുർആൻ വായിക്കുന്ന ഒരു മനുഷ്യനെ ആരെയും ടെൻഷനിൽ നിർത്തുന്നില്ല. ഒരേ ഒരു ടെൻഷനുള്ളൂ അള്ളാഹു നമുക്ക് നൽകുന്നത്. സൽക്കർമ്മം ചെയ്താൽ സ്വർഗമുണ്ട്, ദുഷ്കർമ്മം ചെയ്താൽ നരകമുണ്ട്. അത് ഒരു ടെൻഷനാവും. അത് ടെൻഷൻ ആയില്ലെങ്കിൽ ഇഹലോകത്ത് വെച്ചുള്ള ഏത് ടെൻഷനേക്കാളും ഏറ്റവും വലിയ ടെൻഷൻ സഹോദര അന്ന് നമുക്ക് വരും. ആ ടെൻഷൻ അന്ന് നമുക്ക് മറികടക്കാൻ കഴിയില്ല, ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു അതുകൊണ്ട് ഇവിടുന്ന് നമുക്കൊരു സസ്പെൻസ് തരികയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിന്. ഖുർആൻ നോക്കൂ നിങ്ങൾ, ഒരു ഉപദേശത്തിലൂടെ ഉള്ള ഒരു ശമനമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള ഉപദേശം. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ളവർക്ക് ഉള്ള കാര്യങ്ങൾക്കൊരു ശമനമാകുന്നു. മനുഷ്യൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും വരാം. ഒന്നും നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്നേരം മുഴുവൻ വേണ്ടാത്ത ചിന്ത ഉണ്ടാകുക. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം. ഒരു പണിയില്ലെങ്കിൽ വെറുതെ ഇരുന്ന് മാന്തിച്ചോറി എന്ന് പറയുന്നത് കേട്ടില്ല നിങ്ങൾ. അതുപോലെ നമുക്ക് നമ്മളുടെ മനസ്സിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വഴി കൊടുത്താൽ കുറേ നേരം അയിമ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലർ പറയല്ലോ വയസ്സാവുമ്പോഴാണ് അസുഖം കൂടുന്നത്. വയസ്സാവുമ്പോൾ അസുഖം കൂടില്ല. വയസ്സാവുമ്പോൾ ചിലപ്പോൾ കുറേ ബാധ്യതകൾ നമുക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഓരോ ആലോചിച്ച് ചിലർ പറയാറുണ്ട് ആലോചിച്ച് എനിക്ക് ഒരുപാട് അസുഖങ്ങളായി. കാരണം എന്താണ് ചിന്തിക്കാൻ. പക്ഷെ നമ്മൾ ചിന്തിക്കുകയും അവിടെ പോകുന്നു, അവിടുന്ന് ജോലി കഴിഞ്ഞ് റൂമിൽ എത്തിയാൽ അവിടുന്ന് ഒരു കാസറ്റ് കേൾക്കുന്നു, അത് കഴിഞ്ഞ് കാസറ്റ് ഒന്ന് മാറ്റാൻ പോകണം, പിന്നെ വേറൊരു കൂട്ടുകാരനെ കാണുന്നു, അവിടുന്ന് നിസ്കരിക്കാൻ പോകുന്നു. അപ്പം ഒരു നല്ല ചിന്തയെ കൂടി ഏത് സമയത്തും നമ്മളെ മനസ്സിന് സഞ്ചരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. മറ്റേ നമ്മൾ വിചാരിക്കുക എന്നെക്കൊണ്ടാവില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഇടങ്ങാറാണ്, ചിലവാണ് ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലവ് വേണ്ട മികത്ത് ചിലവാക്കാതെ നിന്നിട്ട് നമുക്ക് കിട്ടേണ്ട അറിവ് കിട്ടേണ്ട കാര്യങ്ങൾക്ക് ചിലവാക്കാതെ എന്നാൽ ആ പൈസ ബാക്കിയാകൊന്നുമില്ല. അത് മറ്റൊരു മോശമായ കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കും. ആ മോശമായി ചിലവാക്കുന്നതിന് പകരമാണ് നല്ല മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസറ്റ് വാങ്ങാനും ബുക്ക് വാങ്ങാനും അതുപോലെ മാസത്തിൽ വരുന്ന പുസ്തകങ്ങൾക്ക് ഒരു വരി ചേർത്തുകൊണ്ട് എന്നാൽ കഴിയുന്ന രൂപത്തിലാകട്ടെ, വിജ്ഞാനം കിട്ടട്ടെ എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഖുർആൻ യഥാർത്ഥത്തിൽ ഒരു ഉപദേശത്തിലൂടെ ഉള്ള ഒരു ശമനമാണ്. നമ്മുടെ മനസ്സുകൾക്ക് ഒരുപാട് രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ബാധിക്കുന്ന രോഗമുണ്ട്, അതിന് മരുന്ന് കുടിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഊഹം, അതുപോലെ തന്നെ അസൂയ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുക, ഇങ്ങനെയുള്ള ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുക, ഭാര്യയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ ഇന്നയാൾ അങ്ങനെയാണ് വിചാരിച്ചത്, ഞാൻ അങ്ങനെ കരുതിയത് എന്നൊക്കെ പറയാറില്ല. ഈ കരുതലും അങ്ങനെയാകലും ഇങ്ങനെയാകലും ഒക്കെ ഒരു അസുഖമാണ്, അല്ലാതെ സത്യമൊന്നും അങ്ങനെ ആയിട്ടല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ നമുക്കൊരു മാർഗദർശനം നൽകുന്നു. നോക്കൂ നിങ്ങൾ, സന്മാർഗമാണൊരു അനുഗ്രഹമാണ്.
നമ്മൾ വലിയ നിഅമത്തായിട്ട് കണക്കൂട്ടണത് എന്താ അറിയോ? കൊണ്ടല്ല 10,000 ബാക്കി പിന്നെ ആയാലും മതി എന്നാണ് നമ്മൾ വിചാരിക്കണത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പൈസൻ്റെ കട്ടല്ല ഇറക്കി തരിക എന്നാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിൽപ്പെട്ടത് ഒന്ന് നോക്കി നിങ്ങൾ, നമുക്ക് വിശ്വാസം കിട്ടുന്നത് നമുക്ക് വലിയ അനുഗ്രഹമായി കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വീട്, അത് നമ്മൾ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ അനുഗ്രഹമായിട്ട് കാണും. ഒരു വീടായാൽ നമുക്കൊരു അനുഗ്രഹമില്ല, നമുക്ക് പരമാവധി ഒരു വലിയ കൊട്ടാരമായിട്ട് പണി പൂർത്തിയാകുമ്പോഴത്തേന് ഏകദേശം 50 വയസ്സാവും. പിന്നെ അതിൽ കടന്നുറങ്ങാനാകുമ്പോഴത്തേന് നമ്മളെ കാലം ഏകദേശം കഴിയും ചെയ്യും. ഒരു വീട് വലിയൊരു അനുഗ്രഹമാണ്. ഒരു നല്ല ഒരു മനസ്സുള്ള നല്ല മനസ്സുള്ള ഒരു ഭാര്യ, ഒരു സ്വഭാവിയായ ഒരു ഭാര്യ വലിയ അനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹം എന്നല്ല, കാതിലും കഴുത്തിലും നന്നായി തൂങ്ങി നിന്നിട്ട് നട്ടെല്ലും കൂടി കടന്ന് വളയണം, എന്നാലേ നമുക്കൊരു നിഅമത്താവുള്ളൂ. നല്ല മനസ്സുള്ളൊരു ഭാര്യയാണെങ്കിൽ നല്ല നിഅമത്തായി. അതുപോലെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയിലേക്കുള്ളൊരു വഴി നമുക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇതൊക്കെ ഒരു വലിയ നിഅമത്തായിട്ടാണ്. പക്ഷേ ഖുർആൻ നോക്കൂ, നമുക്ക് ബോധ്യപ്പെടുത്തിയ സന്മാർഗ്ഗം വലിയൊരു അനുഗ്രഹമാണ്. വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ തന്നെ അനുഗ്രഹവും സന്മാർഗവുമാകുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ, ഇതാ നിങ്ങൾക്കിതാ വ്യക്തമായ വെളിച്ചത്തെ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. ഖുർആൻ ഇറക്കി തന്നിട്ട് അള്ളാഹ് പറയാണ് നിങ്ങൾക്കൊരു വെളിച്ചതാ തന്നിക്കണ്. സഹോദരന്മാരെ, വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പാറ്റ വെളിച്ചത്തെ ആഗ്രഹിച്ച് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് വെളിച്ചത്തോട് താല്പര്യം. ചുറ്റിയടന്ന് അതപ്പം തന്നെയാണ് ഒടുങ്ങാറുണ്ട്. പാറ്റക്ക് തോന്നാൻ ആയുസില്ല. ഞമ്മക്കും പാറ്റൻ്റെ അത്രയല്ല, കുറച്ചും കൂടി ഉണ്ട് എന്നുള്ളൂ. വലിയ വ്യത്യാസമൊന്നും ഏതായാലും ഇല്ല. ആ ആയുസിനിടയിൽ വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവർ, ഇന്ന് മുഅ്മിനായി എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായ ഓം പിന്നെ മുസ്ലിം സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് വെളിച്ചത്തേക്ക് വന്നത് അതിലേറെ വലിയ ഇരുട്ടുക്കായിപ്പോയോ എന്നൊക്കെ ചിലർ ആലോചിക്കാറുണ്ട്. കാരണം എന്താ അറിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ഇസ്ലാം. അവൻ ചിലപ്പോൾ മറ്റൊരു മതവിശ്വാസിയായി നിൽക്കുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു ഗണപതിയെയോ മറ്റെയൊക്കെ ആരാധന നടത്തിയിട്ടുള്ളൂ. 2 എണ്ണമൊക്കെ എൻ്റെ ആരാധന ഉണ്ടാവുള്ളൂ. ഇത് മുഅ്മിനായി വന്നു നോക്കുമ്പോൾ, വന്ന കൂട്ടത്തിൽ ഉള്ള പണ്ട് തന്നെ ഉള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഓല് 300ഉം 250 ഒക്കെ ഔലിയാക്കന്മാരെ ഒരേ ദിവസത്തിൽ വിളിച്ചു ചേർന്ന് പാക്കേജ് അയക്കണ സംവിധാനം കാണുക. അപ്പോൾ ഈ വരുന്നവൻ വിചാരിക്കും ഞാൻ നിൽക്കണത് അതിലേറെ കുറച്ചുകൂടി നല്ലത്. കാരണം അതിനേക്കാൾ വലിയ അന്ധവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടറിയോ? ഈ വെളിച്ചം നമുക്ക് കിട്ടായിട്ടാണ്. നമ്മൾ ഭൗതിക തലത്തിൽ നമ്മുടെ വീട് ഒന്ന് വൈദ്യുതീകരിച്ച് കിട്ടാൻ നാട്ടിൽ ചെന്നിട്ട് ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ ഓവർസിയർ പറയാണ് 20,000 റുപ്യ ഒരു പോസ്റ്റ് വെച്ച് കണക്ക് വെച്ച് തരണം, എന്നാൽ 1,00,000 റുപ്യ ചിലവാക്കി ഞങ്ങളെ പരിക്ക് കറണ്ടെത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഓടിയിട്ട് നിരങ്ങിയിട്ട് ഒന്നുമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചെത്താനാണ്. പക്ഷേ നമ്മളെ ഹാർട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചെത്താൻ ചിലപ്പോൾ 1,000 റുപ്യ മുടക്കേണ്ടി വന്നാൽ നമ്മളതിന് തയ്യാറാണ്. കാരണം ഈ വെളിച്ചം കെട്ടുപോകില്ല. മറ്റേ കറണ്ടുള്ളവൻ്റെ പെരിയില, പിന്നെ അഥവാ കറണ്ട് ഉള്ളവൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മണ്ണെണ്ണക്ക് വരെ ഉണ്ടാവില്ല, കണ്ണും കാണൂല. കാരണം എന്താ? കറണ്ട് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് മണ്ണെണ്ണ കിട്ടൂല. കറണ്ട് ഉണ്ടോണ്ട് അത് വിളക്ക് പാരൂല, വിളക്കും ഉണ്ടാവില്ല. അവസാനം കറണ്ട് പോയാൽ കറണ്ടും ഉണ്ടാവില്ല, വിളക്കും ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലെ വിളക്കുണ്ടല്ലോ, അത് കത്തിച്ച് വെച്ചാലേ അത് പിന്നെ നമ്മൾ മരിക്കുമ്പോഴാണ് ഒടുങ്ങുക. അത് നമ്മൾ കെടാതെ സൂക്ഷിച്ചാൽ മതി. അത് വൈദ്യുതി നമ്മൾ ലഭിക്കുന്നത് വലിയൊരു വിളക്ക്. അള്ളാഹു പറയുന്ന ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തേക്ക് നൽകുന്ന ഒരു വെളിച്ചാണെന്ന്, വ്യക്തമായൊരു വെളിച്ചം, വെട്ടിത്തിളങ്ങുന്ന വിശ്വാസത്തിൻ്റെ മേന്മ വെട്ടിത്തിളക്കുന്ന ഒരു വെളിച്ചമാക്കി അള്ളാഹ് പരിശുദ്ധ ഖുർആനെ തന്നിരിക്കുകയാണ്. അത് വിശദീകരിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ്. റസൂലുള്ള ഓരോ ആയത്തിറങ്ങുമ്പോൾ മുന്നിലുള്ള ആളുകൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതാണ്. അതാണ് ഹദീസ്. ചിലർ പറയും ഖുർആൻ മാത്രം പോരെ, ഖുർആനാണ് റസൂലുള്ള വിശദീകരിച്ച് തരുന്നത്. ആ വിശദീകരണമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വേറിട്ട് മാറ്റി നിർത്താവുന്ന ഒന്നല്ല, ഖുർആനിൻ്റെ വിശദീകരണമാണ്. ആ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വിളക്കാണ്, ഒരു വെളിച്ചമാണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ പലപ്പോഴും വഴിയിൽ തങ്ങി അഥവാ ഒരു യാത്ര പോകുന്ന വഴി അറിയാതെ നമ്മൾ വിചാരിക്കും ഒരാൾ വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് നേരത്തെ ഒരാളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മാലിനെ ഞമ്മക്കതൊന്നും ഒരു വിവരമല്ല എന്ന് അയാൾ പോയി. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരാളെ ഒന്ന് വന്ന് കിട്ടിയാൽ. അപ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും വലൈക്കും എങ്ങോട്ടാ പോവുക, ഇതിലാണ് പോയാൽ മതി. നമുക്കത്ര മനസ്സമാധാനം അറിയങ്ങൾ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മമായും ഈ ഇരുട്ടിൽ തപ്പി നടക്കുന്നവന്
ഖുർആൻ വലിയ ഒരു നായകനായി നമ്മളെ 21 കോലാടുള്ളൊരു കിണറ്റി ചാടിയിട്ട് രക്ഷപ്പെട്ടാൽ അവനെക്കുറിച്ച് നമ്മളെന്താ പറയുക? വലിയ ഭാഗ്യവാൻ എന്ന് പറയില്ലേ? ഖുർആൻ അതിലേറെ വലിയ ദൗത്യ. അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഖുർആൻ മോചിപ്പിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരികയാണെന്ന്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ വിചാരിക്കണത് ഭയങ്കര വെളിച്ചത്തിലാണ് എന്ന് വിചാരിക്കാറുണ്ട്. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ രാത്രി 8 മണിയൊക്കെയാണ്. അപ്പോൾ നാട്ടുകാരൻ ചോദിച്ചു, അല്ല അപ്പു ഇന്നെന്തേ വിളക്കൊന്നും എടുത്തില്ലേ? അപ്പോൾ അപ്പു പറഞ്ഞു, വിളക്കൊന്നും എടുത്തില്ല, ഞാൻ അത്ര നേരം വൈകണത് ആലോചിച്ചില്ല, ഇനിയിപ്പോൾ എന്തായാലും നടന്നു പോവുക. അന്ധന് വിളക്കെടുത്താലും വിളക്കെടുത്തില്ലേലും മൂപ്പരുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്. നമുക്ക് കണ്ണ് കാണുന്നുണ്ടെന്നുള്ളൂ, കണ്ണ് കാണുന്നുണ്ട്, വെളിച്ചം നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെത്തണം. അതിന് ഉള്ളിൽ ഇരുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം. നമുക്ക് ബോധ്യപ്പെടില്ല. നമ്മളെപ്പോഴും വിചാരിക്കാൻ എന്താ പറയുക, ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയാണ്. 3 ചെവി തന്നെയാണ്. ചിലപ്പോൾ ചെവിയില്ലാത്തൊരു മുയലേ കാരം കിട്ടിക്കണം, 4 മുയലല്ലേ 3 ചെവിയല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ചിലർ വിചാരിക്കും നമുക്കങ്ങനെ വിജ്ഞാനം കിട്ടുമൊന്നും വേണ്ട, ഉള്ളതും മതി. ചിലരങ്ങനെ പറയാറുണ്ട്, ആ ഒരു പ്രസംഗമൊന്നും കേൾക്കാൻ പോണ്ട, CD ഒന്നും വാങ്ങണ്ട, ഓലത് നിങ്ങൾ കേൾക്കരുത്, ഹംദും സ്വലാത്തും തുടങ്ങുമ്പോൾ തന്നെ ഓഫാക്കിക്കൊണ്ടി, അല്ലെങ്കിൽ അവിടുന്ന് നീച്ചു പോകുന്നോണ്ടി എന്നൊക്കെ പറയണത് എന്താ നിങ്ങൾ? വിജ്ഞാനം തോനെയായാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അത് ഈ പറയുന്ന ഉസ്താദുമാർക്ക് നമുക്ക് വിജ്ഞാനം കുറഞ്ഞാൽ സൗകര്യമാണ്. കാരണം എന്താ, അവർ പറയുന്ന എല്ലാ വിഡ്ഢിത്വം നമ്മൾ അണ്ണാക്ക് തൊടാതെ നമ്മൾ പാവം ജനങ്ങൾ വിഴുങ്ങും. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും 4 വിജ്ഞാനം കിട്ടിയാൽ വിഴുങ്ങണീൻ്റെ മുമ്പ് ചൂടുണ്ടോ, ഇത് ഉപ്പുണ്ടോ, ഇത് ഇറങ്ങിപ്പോകുമോ, അതോ വയറിൻ്റെ ഉള്ളിൽ വല്ല അസ്വസ്ഥ ഉണ്ടോ ഒക്കെ ആലോചിച്ചിട്ടേ ഓൻ വിഴുങ്ങുള്ളൂ. ഇത് ആഗ്രഹിക്കുന്ന പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന കുട്ടിയെ പറഞ്ഞയക്കുന്ന ഉപ്പ പറഞ്ഞയച്ച് മകൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 50ൽ 2 മാർക്ക്, 50ൽ 2 മാർക്ക്. അപ്പോൾ മോനോട് ചോദിക്കാം, മോനെ എന്ത് ചെയ്ത്? മോൻ പറഞ്ഞു, അതൊക്കെ മതിയെന്ന്, 9ലല്ലേ. കുട്ടിക്കത് മതി, ഓന് കുറഞ്ഞ മതി എന്ന് ഓന് തോന്നുക. പക്ഷേ പറഞ്ഞേക്കണ വാപ്പാക്ക് അത് പോരാ. കാരണം അത്രയും അധ്വാനിച്ചിട്ടാണ് ഓനെ പറഞ്ഞേക്കണം. ഇതുപോലെ മൗലവിമാർക്ക് തോന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ വിവരം ഉണ്ടാകുക നല്ലത്, പരമാവധി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. പക്ഷേ അള്ളാഹുവിൻ്റെ കലാം നമ്മളെ പഠിപ്പിക്കണത് പോരാന്നാ. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണില്ലേ എന്ന് പറഞ്ഞാൽ ബുദ്ധി വരിഞ്ഞ് കെട്ടുന്ന പല സംവിധാനം ലോകത്ത് എന്നും നിലനിന്നിട്ടുണ്ട്. അതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ട് ബുദ്ധിപരമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ച് കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് പോയാൽ ആ പോകുന്നത് ഇന്നതാകാനാണ്, മറ്റേതാകാനാണ്, പേക്കാനാണ്, പുത്തനാകാനാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വിചാരിക്കേണ്ടത് ഒരു മുസ്ലിം ആകാൻ. ആ മുസ്ലിം ആകുമ്പോൾ ആ മുസ്ലിമിനെയാണ് ഇന്ന് പുത്തൻവാദി, അങ്ങനെയുള്ള വഹാബി എന്നൊക്കെ ചിലരൊക്കെ വിളിക്കാറുണ്ട്. വഹാബി എന്ന് ആരെങ്കിലും വിളിച്ചാൽ സന്തോഷിച്ചോളൂ. വഹാബ് എന്നത് അള്ളാൻ്റെ പേരാ. വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ആൾ, അതായത് പരിശുദ്ധ ഖുർആൻ കലാം അള്ളാൻ്റെ കലാമാണ്, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നേ ഉള്ളൂ. ഓനെ നമ്മൾ അണ്ണാച്ചി എന്ന് പറയാറുണ്ടല്ലോ. അണ്ണ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാ. നമ്മളങ്ങനെ പറഞ്ഞാൽ അയാൾ ചിരിക്കണം, എന്താ അറിയോ, ഇന്നൊരു സഹോദരൻ എന്നൊരാൾ വിളിച്ചല്ലോ എന്നാ. അല്ലാതെ നമ്മൾ തെറിയായിട്ടേക്കാരും വിളിക്കണേ, അതേമാതിരി ഓല് തെറിയായിട്ടാണ് വിളിക്കണമെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുക. കാരണം എന്താ അറിയോ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാറോലയുടെയും കാലയുടെയും കീലയുടെയും ഒന്നും പിറകെ പോകാതെക്കുമ്പോൾ മറ്റുള്ളവന് തോന്നുകയാണ് നമ്മൾ ശരിയായിക്കണമെന്ന്. അപ്പോൾ ആ ശരിയായ പദം അവൻ വിളിച്ചു എന്ന് മാത്രമേ നമ്മൾ കണക്ക് കൂട്ടേണ്ടതുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുർആൻ എപ്പോഴൊക്കെയാണ് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് തന്ന് നോക്കൂ. നമ്മൾ വിചാരിക്കാറുണ്ട് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് മുത്തുനബിയുടെ കാലശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് എന്നൊക്കെ പറയാറുണ്ട്. സഹോദരന്മാരെ, അത് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഉള്ളത് അങ്ങനെയാണ് എന്നല്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചു പോകുന്നതിൻ്റെ അവസാന വർഷത്തിൽ തന്നെയായി മുമ്പായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം അവസാനത്തെ 10ൽ വന്നിട്ട് പൂർത്തിയാക്കി ഓദിച്ച് വ്യക്തമായി അതിൻ്റെ രൂപം റസൂലുള്ളയുടെ മനസ്സിൽ നൽകിയിട്ട് ഖുർആൻ ക്രോഡീകരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അത് കോപ്പിയും ബുക്കൊക്കെ ആയി മാറുന്നതിൻ്റെ കാലമാണ് ഇത്തരത്തിൽ വരുന്നത്, അല്ലാതെ അതിനുശേഷം ഇങ്ങനെയായി വരുന്നതല്ല. അപ്പോൾ അത് അബദ്ധവശാൽ പോലും നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. കാരണം മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പോലും ആളുകളൊക്കെ കടത്തിക്കൂട്ടി എന്ന് നസാറാക്കളുടെയും ജൂതന്മാരുടെയൊക്കെ ഗ്രന്ഥത്തിൽ അവർ കൈകൊണ്ട് കടത്തിക്കൂട്ടിയെന്നാണ്.
ഇന്നും പരിശുദ്ധ ഖുർആനിലും കടത്തിക്കൂട്ടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അത് മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞു. അള്ളാഹുവിൻ്റെ കലാമിന് രക്ഷ അള്ളാഹു നൽകും എന്നത് തീർച്ചയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ആയത്തുകൾ നമുക്ക് വേണ്ടിയാണ് എന്ന് പരിചയപ്പെടുത്താനാണ് അള്ളാഹ് സാന്ദർഭികമായി കുറേ ഇറക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കുക എന്താ അറിയോ, ഇതിങ്ങനെ തുടരുത്. ഹിന്ദുവായ മനുഷ്യനൊക്കെ പറയാറുണ്ട് ഇത് തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സ്പർശിക്കരുത് ആരും പറഞ്ഞില്ല. പൊതുവിലൊരു വിശുദ്ധി വേണം ഏതൊരു വിശുദ്ധ ഗ്രന്ഥത്തിനും. മുമ്പ് കാലത്തൊക്കെ ആളുകൾ മനസ്സിലാക്കിയ എന്താ അറിയോ, തൊട്ടാ കണ്ണൊട്ടുന്ന, അപ്പോൾ കണ്ണ് അണാതെയാവും, അതുകൊണ്ട് നമ്മൾ തൊടണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹാർട്ടക്കായിരുന്നു ഖുർആൻ ഓതി കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നൊക്കെ ഹാർട്ട് പൊട്ടിത്തെറിക്കണമായിരുന്നു അല്ലേ. സ്പർശിക്കുക, പരിശുദ്ധ ഖുർആൻ ഏതൊരു ശുദ്ധിയോടുകൂടി തൊടണം. നമ്മളൊരു ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം സ്പർശിക്കുമ്പോൾ പൊതുവിലൊരു ശുദ്ധി നമുക്ക് വേണ്ടേ. അല്ല ഉള്ള ചളി മണ്ണും ചോറ് കഴിച്ച കൈകൊണ്ടൊക്കെ പാടെ എടുത്തുകൊണ്ട് പോകില്ലോ. അതൊരു വിശുദ്ധി, നമ്മളതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ താല്പര്യത്തോട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അങ്ങനെ അള്ളാഹു ചില കാര്യങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചോളണമെന്നില്ല, അള്ളാഹുവിന് ചില കാര്യങ്ങളാണ് പറയാം. കുൽ നബിയെ പറഞ്ഞുകൊള്ളുക, യാതൊന്നും കാത്തു നിൽക്കണ്ട, അങ്ങോട്ട് പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മളും ചിലർ ആലോചിക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞാൽ കേൾക്കും. അള്ളാഹുവിൻ്റെ കലാമിനൊരു വശ്യശക്തി ഉണ്ട്, ഞാനും നിങ്ങളും മനസ്സിലാക്കാത്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയതെങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ കലാമിനുള്ള ആ വശ്യശക്തി ചെവിയിൽ അലച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ടാ ഊരിപ്പിടിച്ച വാളേറ്റ് ഉറയിലിട്ടിട്ട മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുരേക്ക് നടന്നത്. നമ്മളും ചിലരെ വിചാരിക്കും അവൻ ആന ഖുറാഫിയ എന്നൊക്കെ പറയാറുണ്ട്. അതിലേറെ ആനൻ്റെ ആനയായിരുന്നു ഖുറാഫാത്തിൻ്റെയും അതുപോലെ അവിശ്വാസത്തിൻ്റെയും അപകടത്തിൻ്റെയും കാര്യത്തിലുണ്ടായിരുന്ന ആളുകൾ. അവരൊക്കെയാണ് സത്യവിശ്വാസം സ്വീകരിച്ചത്. ഉമർ ഖത്താബ് ഇസ്ലാമിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞത്, എന്തിനാണോ വെറുതെ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്. കഴുത മുസ്ലിം ആയാൽ പോലും അദ്ദേഹം ആ വഴിക്ക് പോണ കാര്യം അബദ്ധമാണ്, സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് മാറ്റമുണ്ടായത്. നമ്മളൊക്കെ ചിലരങ്ങനെ നിന്നോലെ തന്നെ ആവുമല്ലോ അല്ലേ. ഏതെങ്കിലും ഒരുത്തൻ കാസറ്റ് ഇട്ട് വരുമ്പോൾ പൂട്ടടാ, ഓഫാക്കടാ, അടക്കടാ, എൻ്റെ റൂമിൽ മതി എന്നൊക്കെ പറഞ്ഞ് ചാടിയിട്ടാണല്ലോ പിന്നെ ഇങ്ങനെ കേട്ട് ഇതിലെന്തോ ശരിയുണ്ടല്ലോ, അള്ളാൻ്റെ ഖുർആനാണല്ലോ, ആ ഖുർആനായത്തും റസൂലിൻ്റെ കലാമും ആരും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്ന് വരുന്നത് കാണാൻ കഴിയൂലേ. അത് തന്നെയാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ദുആർക്കണോണ്ടാണ് അള്ളാഹ് നമുക്ക് തരുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ നീ ഞങ്ങൾക്ക് നേർമാർഗത്തിലാ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കണമേ. നമ്മളത് ദുആർന്നിട്ട് നമുക്ക് തോന്നിയ വഴിക്ക് പോവുകയും ചെയ്താൽ അള്ളാഹ് ഒരു ഹിദായത്തും തരൂല. നമ്മൾ ഈ പ്രാർത്ഥിക്കണോടൊപ്പം നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആളുകൾക്ക് സ്വന്തമായി തന്നെ നമ്മൾ ചെയ്തത് തെറ്റായിട്ടോ, നാട്ടിൽ ചെയ്യണത് തെറ്റാണ് കേട്ടോ, തെറ്റായിപ്പോയി എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നത് നമ്മൾ ആ ദുആ ആത്മാർത്ഥമായിട്ട് ദുആർന്നോണ്ടാ. അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് ഹിദായത്ത് തരൂല. അപ്പോൾ തരുന്ന സമയത്ത് നമ്മളത് വാങ്ങണം. അത് നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളയാൻ പാടില്ല. അത് ഏത് ഇന്നതാകുക മറ്റേതാകുക എന്നുള്ളതല്ല, മറിച്ച് ഞാൻ ഒരു പൂർണ്ണ മുസ്ലിം ആകാനാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ശ്രമിക്കുന്നത്. അതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അള്ളാഹിൻ്റെ കലാമ് വരികയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് പോലെ ആണ് നമുക്ക് തോന്നേണ്ടത് കേട്ടോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു അന്യനായിട്ടാണ് ചിലർ കാണുക. അത് അള്ളാഹിൻ്റെ കലാമാണ്, അത് തുടരുത്. ചിലർ പറയാറില്ല, ഇമാമ് നിസ്കരിക്കാൻ വന്നാൽ അയാളെ തുടരാൻ പാടില്ല, എന്തേ അദ്ദേഹം വലിയ ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ തന്നെ ചില ഷെയ്ഖന്മാർ പിന്നാക്കം നിർത്തലുണ്ട് ആൾക്കാരെ. കാരണം എന്താ, അവർ വലിയ ഉയർന്നതല്ലേ, നമ്മൾ താഴ്ന്നവരല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ആ റസൂലുള്ളയാണ് നമ്മളെ മതം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ്. അള്ളാഹുവിനോട് ഞമ്മക്കും സംസാരിക്കാനുള്ള വലിയൊരു അവസരമാണ്. അമ്മോൻ വരിയിൽ വന്ന് 3-ാമത്തെ വയസ്സിൽ നമ്മളൊന്ന് തോണ്ടിയാൽ മതിയല്ലോ, നമുക്ക് അവിടെ അങ്ങനെ മണത്തുകൊണ്ട് കിടക്കും. കാരണം ആ സെൻറ്റോട് കൂടി തോണ്ടിയാൽ വലിയൊരു സമാധാനമായിട്ട് അമ്മോൻ തോണ്ടി അല്ലേ. കുറച്ചും കൂടി വളർന്നാൽ ഹെഡ് മാഷോടൊന്ന് വർത്താനം പറഞ്ഞാൽ ഹൈസ്കൂളത്തെ കുട്ടിക്കൊരു സമാധാനമായി. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആയി വന്ന് അല്ലെങ്കിൽ അത്രയൊന്നും എത്തിയില്ലെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ വരുമ്പോൾ മുപ്പരോടൊന്ന് സംസാരിച്ചാൽ എന്താടാ എന്ന് ചോദിച്ചാൽ സുഖം തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെത്ര കുളിമ. ഇത് ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനേറ്റ് സുപ്രഭാതത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ
നമ്മൾ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മുനാജാത്തിനുള്ള ഒരു രഹസ്യ സംഭാഷണത്തിനുള്ള അവസരമാണ്. ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ യസ്അലൂനക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാറുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. യസ്അലൂനക അനിൽ അഹില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിന്നോട് ചോദിച്ചാൽ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ച് എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്ന, ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഹിദായത്തുമായി കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു ചെല്ലുന്ന സമയത്ത് അവന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ട ബാധ്യത നമുക്കുണ്ട്. അവനെ നമ്മൾ ഒഴിവാക്കി വിടലല്ല. സഹോദരന്മാരെ, അറിവില്ലാഞ്ഞിട്ടാണ്. അറിവുള്ള ഒരാളും സത്യമാർഗത്തൊന്നും പോവില്ല. ചിലർ വിചാരിക്കും എന്താ അറിയോ, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി, പിന്നെ ഒരു 50 വയസ്സാകുമ്പോൾ നന്നാകുക, കൂട്ടരെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ആക്കം നടക്കും. പക്ഷേ ഇത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. കുത്തിയ പെണ്ണിൻ്റെ ഗ്യാരണ്ടി പോലും കുത്തി അമ്മക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വില എത്രയാ? നമ്മൾ ആ ജീവൻ നിലക്കണോണ്ടാണ് ഇപ്പം നമുക്കൊക്കെ ഉള്ള വില. ജീവനാണ് പോയാൽ മൂക്ക് പൊത്തിയിട്ടേ നമ്മളെ മൂത്തമ്മ വരെ നമ്മളെ എടുത്തേക്ക് വരുള്ളൂ. കാരണം അത്രയും നമ്മൾ നിന്ദ്യമായി പോകും. പക്ഷേ അള്ളാഹ് നമ്മളത് ഉത്കൃഷ്ട സൃഷ്ടിയാക്കിയോണ്ടാണ് ഇത്രയും ഉയർന്നൊക്കെ നിൽക്കണത്. കുരങ്ങൻ അന്നും അങ്ങനത്തെ മരക്കൊമ്പത്തുമ്പോൾ തന്നെ കുത്തിരിക്കണത്. നമ്മൾ ഇന്ന് അയിമന്ന് മാറി അല്ലേ. മരക്കൊമ്പുമ്പോൾ കഴിഞ്ഞുകൂടിയ മനുഷ്യന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ താമസിപ്പവുമായിട്ട് മാറി 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 വന്ന് കുരങ്ങനൊന്നും അവിടെ തന്നെ. കുരങ്ങൻ വാല് മുറിഞ്ഞാലില്ല. കുരങ്ങൻ്റെ വാല് ചിലതൊക്കെ ഓരോന്നൊക്കെ മുറിഞ്ഞു പോയി കാണും, അത് ചിലപ്പോൾ നീണ്ടു വന്നും കാണും. പക്ഷേ മനുഷ്യനാക്കി അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ ഗുണദോഷിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കലാമുകൾ കാണുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റേതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവെന്താ നിങ്ങൾ? നിങ്ങളെക്കുറിച്ച് അമ്മോശാക്ക എഴുതിയൊരു കത്ത് ഭാര്യനെ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക? നമ്മളെക്കുറിച്ച് എഴുതിയ ഭാഗം വെട്ടിത്തിരുത്തി കറുത്ത പെണ്ണുകൊണ്ടാണ് സെൻസർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഭാര്യ ചോദിക്കും, എന്താ ഇവിടെ ഒരു കറുത്ത വര വരച്ചിരിക്കണം നിങ്ങൾ? അതൊന്നുമില്ല. കാരണം എന്താ, ചിലപ്പോൾ നമ്മളെ ദൂരത്തിനെ കുറിച്ചോ നമ്മളെ അശ്രദ്ധയെക്കുറിച്ചൊക്കെ അമ്മോശാക്ക ചിലപ്പോൾ എഴുതിയ കൂട്ടത്തിൽ ഇവിടെ അയ്യൊന്ന് നന്നാണടാ എന്നൊക്കെ എഴുതി കാണാൻ ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മളെ വാപ്പ. അതെന്താ അറിയോ, നമ്മളെക്കുറിച്ചുള്ളൊരു കുറ്റം വേറൊരാൾ വായിക്കണേ നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ നോക്കൂ നിങ്ങൾ, മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അന്ധൻ കയറി വന്നപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അതൊരു വിഷമമായി തീരുമോ എന്നതുകൊണ്ട് ചെറിയൊരു മാറ്റത്തിൽ ഇങ്ങനെ നിന്ന് ഒന്ന് മുഖം ചുളിച്ചു. എന്നാ ചുളിച്ചിട്ടില്ല, ഒന്ന് തിരിഞ്ഞു കളഞ്ഞു. അബശവതവല്ല എത്ര ഒരു ചോദ്യമാണത്. ഒരന്ധൻ വന്നു അല്ലേ, അപ്പോഴേക്ക് മുഖം ചുളിച്ചു കളഞ്ഞു അല്ലേ. നിനക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അവൻ നന്നാകാൻ വേണ്ടി വന്നവനാണ്. മറ്റൊരേതാണ് അവർ ഹിദായത്തിലാകുമോ ഇല്ലേ എന്ന് എങ്ങനെ അറിയും? എന്നിട്ടോ റസൂലുള്ള അതും മുന്നിലുള്ള ആൾക്കാർക്ക് ഓതി കൊടുക്കുക. എന്ത്? റസൂലുള്ളനെ കുറ്റപ്പെടുത്തിയത് ആര്? സൃഷ്ടാവ്. എന്നിട്ട് ആ ആയത്തും അത് സൂറത്തായിട്ട് ഖുർആനിൽ ഒന്നും നിലനിൽക്കുക. എല്ലാവരും ഇരുന്ന് ഓതുന്ന കൂട്ടത്തിൽ സൂറത്തിൻ്റെ ഭാഗത്ത് തുടങ്ങിയ 3ാമത്തെ സൂറത്തായിട്ട് പിന്നീട് ഓതുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ അന്ധനെ കണ്ട ആദ്യമായിട്ട് മൂപ്പർക്ക് സലാം കൊടുത്ത് കെട്ടിപ്പിടിക്കാനിരുന്ന. കാരണം എന്താ അറിയോ, പടച്ചോനെ ഇയാളെ പേരിലാണല്ലോ ഞാനൊരു ആക്ഷേപം കേൾക്കേണ്ടിയെന്ന്, ഇനി അത് കേൾക്കരുതല്ലോ, പടച്ചോൻ്റെ അടുത്ത് നിന്ന് ഇനി അങ്ങനെ ആയിക്കൂടല്ലോ എന്ന് കരുതിയിട്ട് അത്രയും സൂക്ഷ്മത. നമ്മളവിടെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഓനെ നമ്മൾ തിരിഞ്ഞു നോക്കന്നല്ല, എൻ്റെ പണിയൊക്കെ പണ്ട് തന്നെ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് മനുഷ്യനാകെ ഗതിയിട്ടാണ് എന്നാ പറയുക. പക്ഷേ റസൂലുള്ള അദ്ദേഹത്തെ അങ്ങേയറ്റം പരിഗണിക്കായിരുന്നു. കാരണം പ്രയാസം കൊണ്ട്, അള്ളാൻ്റെ അടുത്തുനിന്ന് ഒരു ആക്ഷേപം വരുന്നതിലുള്ള പ്രയാസം കൊണ്ട്. അത്രയും റസൂലിനെ ആക്ഷേപിക്കുക എന്നല്ല, എന്നാലും ആ തെറ്റ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ട് ആ സന്ദർഭത്തിൽ നിന്ന് റസൂലിന് ഉടൻ നിർദ്ദേശം നൽകുന്ന വഹി ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹ് നമ്മളോട് സംസാരിക്കുകയാണല്ലോ അല്ലേ. നമ്മളോട് സംസാരിക്കാൻ നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് പോലെ അള്ളാഹ് സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു കുട്ടിനെ വിളിക്കണ മാതിരി ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ച് ഉപദേശിച്ച കാര്യങ്ങൾ അള്ളാഹ് എന്തിനാ ഖുർആനിൽ നമുക്കൊരു ഉപദേശമാക്കി നൽകി? യാ ഉനയ്യ, എൻ്റെ പൊന്നു മോനെ. അള്ളാഹിൻ്റെ മോനല്ലേ നമ്മൾ. ലുക്മാൻ അലൈഹി സ്വലാം പറഞ്ഞു എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് ഉപദേശിച്ച് നമുക്ക് കലാമാക്കി. അള്ളാഹു കലാമാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞുകൊണ്ട് നമ്മളെ അത് ഉദ്ധരിച്ച് കാണിച്ചു തരും. എന്തിനറിയോ? അത്ര സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ്. സൃഷ്ടാവ് നമ്മളെ കാണുന്നതും കണ്ടെത്തുന്നതും നമ്മളെ പരിഗണിക്കുന്നതും ആ വിളിയോ. പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരാൾക്ക് വെറുതെ ഓതി കത്തം തീർക്കുക എന്ന് പറയാനുണ്ട്. സുഹൃത്തെ, ഹത്തം എന്ന് പറയുന്നത് പിന്നെ തീർക്കല. പിന്നെ കത്തം ഒരു തീർക്കൽ വേണ്ട.
എന്താ അറിയോ, ഏതായാലും ഇത് ഓതി തുടങ്ങി ഇതൊന്ന് തീർന്ന് കിട്ടിയിട്ട് വേണം ഉറങ്ങാൻ പോകാൻ, അങ്ങനെ ഓതാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ ചിലപ്പോൾ ചിലർ കാണാം ജീവിതത്തിൽ യാതൊരു ഓതുന്ന സന്ദർഭവും കൊടുക്കാതെ മരിച്ച പൊരേന്ന് മരിച്ച ശ്വാസം അടങ്ങിയത് മുതൽ ഓതി തോൽപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ, ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി ഓതി മയ്യത്തെടുത്തത് മുതൽ പള്ളിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കൂടി ഓത്തു തുടങ്ങിയേക്കാണ്. പള്ളിക്കൊക്കെ കൊണ്ടുപോയി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തട്ടിത്തടഞ്ഞു വരുത്താൻ നോക്കി ഓതി തബാറക്ക് ഓതി പോവുക. മയ്യത്ത് പള്ളിക്കൊന്ന് നിസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഓതുക. എന്തിനാ സുഹൃത്തുക്കളെ ഇതൊക്കെ എന്നറിയോ, ഞാൻ പണിയെടുത്തു എന്ന് ബോധ്യപ്പെടുത്താൻ 100-500 കൊടുക്കുമ്പോൾ ഞാൻ അത്രയൊക്കെ നയിച്ച സ്ഥിതിക്കയിൽ തരി, ഏതായാലും പണിയില്ലാതെ, അല്ലാതെ ഇപ്പോൾ ഇത് ഓതിയിട്ട് തൊട്ട് കൂലിയിട്ടാണെന്നല്ല. പക്ഷെ എന്താ പറയുക, നമുക്ക് കൂലി കിട്ടണമെങ്കിൽ നമ്മൾ ഓതണം. അള്ളാഹുവിൻ്റെ കലാമിനെ നമ്മൾ പരിഗണിച്ചോന്നാ ചോദിക്കുക. നമുക്കും വേണ്ടി വേറൊരാൾ പരിഗണിച്ച ആ പരിഗണനക്ക് ഭൗതിക കാര്യത്തിലുള്ള കൂലി ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ കൂലി ഒരു മുമ്പിൽ നോക്കിക്കോളും. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ നമ്മളതുമായി ബന്ധപ്പെട്ട് നോക്കൂ. നിങ്ങൾ ഖുർആൻ അത്തരത്തിൽ നമ്മളെ ആക്ഷേപിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാം, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. എത്രയോ അല്ലേ, എന്താ അറിയോ, നെറികെട്ട മനുഷ്യന്മാരോട് ഇപ്പം നമ്മളൊരു വാപ്പാൻ്റെ മോനായി ജീവിക്കുകയാണ്, എങ്ങനെ പറഞ്ഞാലും നന്നാവൂലെങ്കിൽ അവസാനം നമ്മളെ വാപ്പ പറയില്ലേ, ഇജ്ജെൻ്റെ പണിയോ എവിടെ വെച്ചാൽ പോയി തൊലടാ എന്ന് പറയില്ലേ, ആ വാക്ക് വാപ്പാൻ്റെ കടുത്തതാ. പക്ഷേ അള്ള ഇത്രയും കാരുണ്യകനായ അള്ള ഇങ്ങനത്തെ ഒരു വാക്ക് പറയണമെങ്കിൽ കുത്തിലൽ ഇൻസാനുമാക്ക് പറ, മനുഷ്യൻ പോയി നശിച്ചു പോട്ടെ, ചത്തുപോട്ടെ. എന്താണ് അവൻ ഇത്ര നന്ദി കേട് കാണിക്കാൻ? സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വസിക്കുന്നതാണോ, നമ്മളിപ്പോൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ എവിടെ എല്ലാവരും നന്ദി കാണിക്കണം, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നന്ദി കേട് കാണിക്കണത്. ഒരു വീട്ടിൽ നിന്ന് ഈശ്വര എന്നുള്ള വിളി കേട്ടാൽ നമ്മൾ പറയും ഓ കാഫിറിൻ്റെ പൊര. ഒരു വീട്ടിൽ നമ്മൾ കേൾക്കുകയാണ് മൊയ്തീൻ ഷെയ്ഖെ, നമ്മൾ പറയും മുസ്ലിമിൻ്റെ പൊര. സുഹൃത്തെ ആലോചിച്ച് നോക്കൂ, സൃഷ്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ കാഫിർ, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ മുസ്ലിമും. ഇസ്ലാം തല തിരിഞ്ഞതാണോ അതോ നമ്മളെ തല തിരിഞ്ഞതോ? നമ്മളെ തല തിരിഞ്ഞതാ. ഇത്രയും നന്ദി കേടാണ് കാണിക്കണത്. അള്ളാഹുവിനെ അല്ലാതെ ദുആ ഇരക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഖുർആൻ പറഞ്ഞ ആയത്തോതി ചിലർ ചോദിക്കുക, എന്താ ചെയ്താൽ ഔലിയാക്കന്മാരെ ആദരിക്കണ്ടേ. സുഹൃത്തെ, ഔലിയാക്കന്മാരെ ആദരിക്കണം, ഉസ്താദുമാരെ ആദരിക്കണം, അമ്പിയാക്കന്മാരെ ആദരിക്കണം, ബാപ്പാനെ ആദരിക്കണം, ഉമ്മാനെ ആദരിക്കണം, മുതിർന്നവരെ ആദരിക്കണം. ഇതൊക്കെ ആദരിക്കേണ്ട. ഔലിയാക്കന്മാരെ മാത്രം ആദരിച്ചുകൊണ്ടൊന്നും കിട്ടൂല, എല്ലാവരെയും ആദരിക്കണം. നമ്മൾ അള്ളാഹനെ ആരാധിക്കുക എന്ന് പറയുമ്പോഴേക്ക് ഉടൻ പറയുന്ന ചിലരെന്താ, ഔലിയാക്കന്മാരെ ആദരിക്കട്ടെ. അള്ളാഹുവിനെ ആരാധിക്കലും ഔലിയാക്കന്മാരെ ആദരിക്കലും വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഔലിയാക്കൾക്കുള്ള ആരാധനയുടെ പേര് ആദരവ് എന്നാക്കി അതിരുവിട്ട ആദരവിലൂടെ ആരാധനയിലെത്താൻ ചെകുത്താൻ നൽകുന്നൊരു കുതന്ത്രമാണ്. ഈമാൻ കാര്യത്തിലുണ്ടോ ഇത്? ഇസ്ലാം കാര്യത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ആദരിക്കലും ബഹുമാനിക്കലുണ്ട്, അത് അതിൻ്റെ പ്രാധാന്യം പോലെ ഉണ്ട്. നമ്മളത് ചെയ്യണം. ഔലിയാക്കന്മാരെ ആദരിക്കണം, ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം, അമ്പിയാക്കന്മാരെ ആദരിക്കണം, വാപ്പാനാദരിക്കണം, ഉമ്മാനാദരിക്കണം, മുതിർന്നവരെ ആദരിക്കണം, ചെറിയ കുട്ടികളോട് സ്നേഹം കാണിക്കണം. അതിനൊക്കെ ദ്വാർക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നയ്യുമ്പോൾ അന്നിയും കുട്ടി ദ്വാർക്ക, എന്നെ വിളിച്ചു ദ്വാർക്ക എന്ന് പറയലല്ലോ. അവരെയൊക്കെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരവിൻ്റെ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകണം എന്നാണ്. ഖുർആൻ ഏവരോട് സംസാരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കിയതുപോലെ എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സൂറത്തുകൾ എത്രയോ പ്രാധാന്യമർഹിക്കുന്ന അധ്യായങ്ങളാണ്. പലരും വിമർശിക്കാറുണ്ട്. എന്താ വിമർശിക്കാറ്? നിങ്ങൾ തേനീച്ച അത്രേ ഉള്ളൂ, അതിനെക്കുറിച്ച് പറയാൻ 123 വചനമൊക്കെ വല്ലാത്തൊരു ഖുർആൻ തന്നെ നിങ്ങൾ. എന്നിട്ട് പറയാണ് ആനനെക്കുറിച്ച് പറയാൻ 3-4 ആയത്തും. അപ്പോൾ നമ്മളോടൊരാൾ ചോദിച്ചാൽ നമ്മളും വിചാരിച്ചു ശരിയാട്ടോ, ആനയെക്കുറിച്ച് ഇത്ര 3-4 ആയത്തും, തേനീച്ചനെ കുറിച്ച് 120 ചില്ലാനം ആയത്തും. ഇതെന്ത് ഖുർആനാണ് ഇത്? ആനനെക്കുറിച്ച് പറയാനുള്ള ഖുർആനല്ല, തേനീച്ചനെക്കുറിച്ചും പറയാനുള്ള ഖുർആനല്ല, തേനീച്ചയെക്കുറിച്ച് പറയാനുള്ള അധ്യായമല്ല, ആനയെക്കുറിച്ച് പറയാനുള്ള അധ്യായമല്ല. പക്ഷെ എന്താ അറിയോ, ഇതിലൊക്കെ അതിൻ്റെ സൂചന ഉണ്ട്. ആനൻ്റെ വലിപ്പവും ആനൻ്റെ തുമ്പിക്കൈയിൻ്റെ നീളമല്ല,
കാരണം അതിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ആനക്കലഹത്തിൻ്റെ ആളുകൾ ആനക്കലഹവുമായി കഅബ തകർക്കാൻ വന്നതുകൊണ്ടുള്ള അസ്ഹാബുൽ ഫീൽ, ആനക്കലഹത്തിൻ്റെ ആളുകൾ എന്നാണ്. അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ നാശം സംഭവിച്ചതിനെ കുറിച്ചുമാണ് ഖുർആനിൽ വിശദീകരിക്കുന്നത്. തേനീച്ചൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുവൻ തേനീച്ചനെ കുറിച്ച് പറയാനല്ല, മനുഷ്യൻ്റെ മാർഗവും അവരുടെ അത്ഭുതങ്ങളും തേനീച്ചയിൽ നിന്നുള്ള ഒരു മാതൃക നിങ്ങൾക്കുണ്ട്. നിങ്ങളത് മനസ്സിലാക്കാനും അവരെയൊക്കെ അള്ള വരച്ച വരിയിൽ നിർത്തുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങളെയൊക്കെ അതേമാതിരി തന്നെ വരച്ച വരിയിൽ കൂടി കൊണ്ടു കിടക്കാം. പിന്നെ എന്താ അറിയോ, നിങ്ങൾക്കൊരു സ്വതന്ത്ര ചിന്ത തന്നു എന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്വാതന്ത്ര്യ ചിന്തയുടെ സ്വാതന്ത്ര്യം അല്ല നൽകിയതുകൊണ്ടാണ് അങ്ങനെ വരച്ച ഗ്രഹത്തെയും അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അതിൻ്റേതായ ചലന രൂപത്തിൽ തന്നെ ചലനപാതയിലൂടെ തന്നെ സഞ്ചരിപ്പിക്കുന്നു എന്നുള്ള പറയുന്നുണ്ട്. എന്താ അറിയോ, അതിലെ സഞ്ചരിപ്പിക്കുന്നു എന്നൊക്കെ അമ്മക്ക് പഠിപ്പിച്ചു തന്നെ എന്തിനാ അറിയോ, അവരെയൊക്കെ നിലക്കിർത്തുണ്ട്. വേണമെങ്കിൽ 10-50 കിലോ ഉള്ള ഇങ്ങളി നിലക്കിർത്താനൊന്നൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാനും നരകത്തിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പ്രാധാന്യം. അതാ പറഞ്ഞു സൂറത്തുൽ ബഖറ പശുവിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയാറുണ്ട്. പശുവിനെ കുറിച്ച് പറയുന്നതെന്ന് പറയാനുള്ള കാരണം, സൂറത്തുൽ ബഖറയിൽ സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ നിയമം ലംഘിച്ചപ്പോൾ പകരം ഒരു ബലിമൃഗത്തെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ബഖറ എന്നതൊരു സൂചന. അതോടൊപ്പം തന്നെ സാമിരി ഒരു സ്വർണ്ണ ആഭരണങ്ങളും ഇതുപോലെ തന്നെ ഉരുക്കൊക്കെ കൂട്ടിയിട്ട് ഒരു പശുവിനെ ഉണ്ടാക്കി അതിനെക്കൊണ്ട് സംസാരിപ്പിക്കാൻ ശബ്ദമുണ്ടാക്കിച്ചുകൊണ്ട് മൂസാ നബി തെരഞ്ഞുപോയ പടച്ചോൻ ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത ആ സംഭവം ഇതിൽ വിശദീകരിക്കുന്നു. ആ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ അതിൻ്റെ പ്രാധാന്യം നോക്കി നമ്മൾ സൂറത്തുൽ ബഖറ എന്ന് കാണുമ്പോൾ തന്നെ ചിലർ പടച്ച തമ്പുരാനെ എന്നാണ് പറയാറ്. നോക്കൂ നിങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായം, എത്രയോ കാര്യങ്ങൾ. ഒരു പേജ് മറിക്കുമ്പോഴേക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഓരോ സന്ദേശവും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉൾക്കൊള്ളിക്കുന്ന സന്ദർഭമാണ് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം നമ്മളൊക്കെ ഓതുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളാരും ഓതലില്ല എന്നല്ലട്ടോ പറയുന്നത്, നമ്മളെങ്ങനെ ഓതിയാലും താഴെയുള്ളൊരു 3 സൂറത്തുമ്മലാണ് നമ്മളെപ്പോഴും നമുക്കാർക്കും അറിവില്ല, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ കണ്ടിട്ടില്ല. എന്നാലും കണ്ടിട്ടില്ല എന്നൊരാൾ ഇജ് കണ്ടുകണമെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ 3-4 കൊല്ലം മുമ്പൊക്കെ കണ്ടിന്യൂ എന്നൊക്കെ പറയേണ്ട അവസ്ഥ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളാരും ഓതലില്ല എന്നല്ലട്ടോ പറയുന്നത്. എന്നാലും നമ്മൾ സുബൈക്ക് പേതെ നമ്മൾ അഥവാ ഇനി പള്ളിയിലെത്താൻ കഴിയാതെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ ഓതുക? കുല്യാൽ കാഫറൂൻ കുല്ലല്ലാഹദ്. ലുഹുറിനോ കുല്ലല്ലാഹദ് കുല്യാൽ കാഫറൂൻ. പിന്നെ അസറിനോ കുല്യാൽ കാഫറൂൻ കുല്ലല്ലാഹദ്. പിന്നെ മഗ്രിബിനോ കുല്ലല്ലാഹദ് കുല്യാൽ കാഫറൂൻ. ചക്കക്കുരു മുരിങ്ങ ചക്കക്കുരു. വീട്ടിലെന്താ കറി എന്ന് ചോദിച്ചാൽ അങ്ങനെയാണല്ലോ പറയുക. നമ്മൾ ആണുങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി തിന്നും, പൊരയിലെ മിക്കതും കഥ അങ്ങനെയാണ്. പക്ഷേ അതിലേറെ ഗംഭീരായി ഭർത്താക്കന്മാർ മോശമാകണോലും ഉണ്ട് കേട്ടോ പാവങ്ങൾ. പക്ഷേ ഇത് സൂചിപ്പിച്ചെന്നറിയോ, ഇതൊന്നും സൂറത്തല്ല എന്നല്ല, പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്ക് ഓതാനുള്ളത് തന്നെയാണ്, നമുക്ക് ചർച്ച ചെയ്യാനുള്ള. സൂറത്തുൽ ബഖറയുടെ ലാ തജഅലൂ ബുയൂതകും മഖാബിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട് നിങ്ങൾ ഖബറാക്കി മാറ്റാൻ പാടില്ല. ഫഇന്ന ശൈത്വാന യൻഫുറു മിനൽ ബൈത്തില്ലദീ തുഖറഉ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ചെകുത്താൻ വെറുപ്പുണ്ടാകുന്നതാണ്. ചെകുത്താനാണ് അടുക്കൂല, ചെകുത്താനുണ്ട്. അള്ളാഹു നമ്മളെ പറഞ്ഞത് നമ്മളുടെ രക്തത്തിലൂടെ ഒഴുകുന്ന, അതിനെ പ്രതിരോധിക്കാൻ മന്ത്രം കൂടോത്രം ഒഴിഞ്ഞു വാങ്ങലും ചൂലും മുറം വൈജിലും ഇഞ്ഞിടലൊന്നും അല്ല. പരിശുദ്ധ ഖുർആൻ സുപ്രഭാതത്തിൽ വീട്ടിൽ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരാ, ഒന്ന് ഓർക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ വീട് നിങ്ങൾ ഖബർ പോലെയാക്കാൻ പാടില്ല. കാരണം ഖബർ ഇങ്ങനെ ഓത്തും നിസ്കാരവും ഒന്നുമില്ല. നിങ്ങളുടെ വീടും അതുപോലെയാക്കരുത്. അവിടെ ഓത്തും നിസ്കാരമൊക്കെ വേണം. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ട് നിങ്ങളൊന്ന് പറയുക, നമ്മളുടെ വീട് ഖബർ പോലെയാക്കരുതെന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ അവർ പറയും, വല്യമ്മ നിസ്കാരം നിർത്തിക്കളേ, ഓത്തും നിർത്തിക്കളേ. കാരണം പള്ളി നിങ്ങൾ ഖബറിനെ പോലെ വീടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖബറുങ്ങൾ അതാ കൊയ്ക്കപ്പരയിൽ ഓത്ത് നടക്കുകയാണ്.
അവിടെ അതാഹാ നിസ്കാരവും ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പെരിയിൽ ഇന്ന് മുതൽ നിർത്തിക്കോളു വല്യമ്മ എന്ന് പേരക്കുട്ടികൾ പറയും. കാരണം എന്താ അറിയോ, ഇന്ന് ഓത്തും നിസ്കാരമൊക്കെ കബറിങ്ങക്ക. കാരണം എന്താ അറിയോ, ഖബറിൻ്റെ കുടുംബക്കാരുണ്ടാവും. ഖബറിൽ കിടക്കുന്ന ആളെ മനുഷ്യൻ്റെ മാരെ കുടുംബക്കാർ. ആ കുടുംബക്കാരെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിപ്പോരട്ടെ എന്ന് എഴുതിയിട്ട് എല്ലാം ഉടുക്കണാക്കി മാറ്റുകയാണ്. റസൂല് പറഞ്ഞതറിയോ, ഖബറുങ്ങൽ റസൂല് പഠിപ്പിച്ച നിയമപ്രകാരം ഖബറിന് ചിലർ പറയും എന്താ ഓതിക്കൂടെ സുഹൃത്തെ, ഒരു ആചാരവും ഒരു മര്യാദയും ഒക്കെ അല്ലേ. അൽഹംദുലില്ലാ എന്ന് തുമ്മിയാ പറയണമെന്ന് പറഞ്ഞിട്ട് അത് കേട്ട ഒരാൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് കേട്ടപ്പോഴാണ് സഹാബി അത് തടുക്കുന്നത്. കാരണം എന്താ അറിയോ, അതാരെ എനിക്ക് പഠിപ്പിച്ചെന്നു ചോദിച്ച്. സലാത്തി അല്ലേ തെറ്റെറ്റിയ അല്ലല്ലോ സുഹൃത്തെ. പക്ഷേ അൽഹംദുലില്ലാ എന്നേ തുമ്മുന്ന സമയത്ത് പറയാൻ പാടുള്ളൂ. അയാൾ സന്തോഷത്തോടുകൂടി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല, അവിടെ ഒരു സലാത്ത് കിടക്കട്ടെ എന്ന് കരുതി അവിടെ റസൂലിനെ പഠിപ്പിച്ചതിൽ സലാത്തില്ല. നമ്മളെ ആളുകൾ സലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒക്കെ സലാത്ത് എങ്ങനെയാണ് റിയാലാക്കുക, സലാത്ത് എങ്ങനെ പൈസയാക്കുക, ഓരോ സലാത്തും പിന്നെ മില്യൺ കണക്കിന് രൂപക്ക് വിറ്റുകൊണ്ട് അല്ലെങ്കിലോ വെള്ളം കുടിക്കാൻ 10 സലാത്ത്, വെള്ളം കുടിക്കുന്ന ആശ്വാസത്തിന് സമയമുണ്ട്, ആ നേരത്ത് ആളുകൾ ചെല്ലിക്കൊള്ളിയടാ 10 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെരിയിലുണ്ടല്ലോ മക്കൾ, പെരിയിന്ന് ഒഴിവായി കിട്ടാൻ പൊയ്ക്കൊള്ളടാ പുറത്ത് കളിച്ച് തള്ളുക എന്ത് കാട്ടിയാലും വേണ്ടില്ല, നമുക്കൊന്നുമില്ല, നമുക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോൾ കുട്ടികൾ ഇവിടെ എത്തിയാൽ മതി എന്നുമാർ പറയില്ലേ. അതേപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു വിവരവും നേടാനയക്കണില്ല, ദിക്റ് ചെല്ലാനയക്കണില്ല, ഓലെ സ്വലാത്ത് ഇറ്റട് വിട്ടേക്കുകയാണ്. എന്നാൽ ഈ ചൊല്ലണ സ്വലാത്ത് റസൂലിനുള്ള പ്രാർത്ഥനയാന്ന് നമുക്കറിയോ? പ്രാർത്ഥനയെന്നറിയോ? ഇല്ല, റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത്. നമ്മളത് സാന്ദർഭികമായി സൂചിപ്പിച്ച അത് ചെല്ലുമ്പോൾ ഓർക്കണം പ്രാർത്ഥന എങ്ങനെയാണ് ചെല്ലുക, പ്രാർത്ഥനയുടെ നിയമം വകുപ്പൊക്കെ എല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം എന്ന് എഴുതിയിട്ടാണ്, അല്ലാതെ തോൽപ്പിക്കാൻ വേണ്ടി സ്വലാത്തിലേറ്റ് നമ്മൾ കാര്യമില്ല. അപ്പോൾ സ്വലാത്തി അല്ലണ്ടെന്നല്ലട്ട പറഞ്ഞ് സ്വലാത്തുകൾ ചെല്ലണം. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മൾ ഓതണം. എന്നാൽ ചെകുത്താൻ വലിയ വിഷമാണെന്നാ അല്ലേ. നമ്മളെയൊക്കെ വീടുകളിൽ ആ സമയത്ത് സുപ്രഭാതത്തിലൊക്കെ നമ്മൾ നന്നാകാൻ വിചാരിച്ചാൽ തന്നെ നമ്മളെ വീട്ടിൽ ഭർത്താവ് നന്നാകുമ്പോൾ ഭാര്യ യോഗാവില്ല, ഭാര്യ യോഗമായ ഭർത്താവ് യോഗാവില്ല, എല്ലാവരും യോഗമായ മക്കൾ വളഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ആർക്കും ഒരു ബർക്കത്തില്ലായ്മ. എന്താ നിങ്ങൾ നമ്മളിതൊക്കെ ഒരു വീടിൻ്റെ ചുറ്റുപാടിൽ കൂടി ശരിയാക്കണം, അല്ലാതെ നമ്മൾ ഉപദേശിച്ചുകൊണ്ട് മാത്രമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ ഓതുന്നതാണല്ലേ സൂറത്തുൽ ഫാത്തിഹ. ആ മുമ്പ് കാലത്ത് സൂറത്തുൽ ഫാത്തിഹൻ്റെ അർത്ഥം തന്നെ പഠിക്കല്ല, അതൊന്നും പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം ഉണ്ടായി. ഇപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും പഠിക്കൽ തുടങ്ങി. എന്താ അറിയോ, അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള സ്നേഹമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് എന്തറിയോ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ആകുന്നു. ഉമ്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ മാതാവെന്ന് വിളിക്കപ്പെടുന്ന അധ്യായം. അതുപോലെ തന്നെ ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആമുഖമാണത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നതിൻ്റെ ശ്രേഷ്ഠത, നമസ്കാരത്തിൽ നമ്മൾ ആ സൂറത്തിൻ്റെ ആയത്ത് ഓരോ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ അള്ളാഹു അതിൻ്റെ മറുപടി പറയുന്നു. നമ്മൾ ഓതുന്നതോടുകൂടി ഉടൻ അള്ളാഹിൻ്റെ മറുപടി. ചിന്തിച്ചോ നിങ്ങൾ, നമ്മൾ ഓതുകയാണ്, ഓതുന്നതോടു കൂടി തന്നെ അള്ളാഹു നമ്മൾ ഓതുന്നതോടുകൂടി മറുപടി. എങ്ങനെ? നമ്മളിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എന്താ സുഖം തന്നെ, എന്തൊക്കെ വീട്ടിലെ വിശേഷം, ഹൈർ തന്നെ എന്ന് കേൾക്കുമ്പോൾ നമുക്കെന്താ ഒരു സമാധാനമാണ്. മറ്റേ ഇൻ്റർനെറ്റ് ടെലിഫോണിൽ വിളിക്കണമല്ലോ, ടെലിഫോൺ കാർഡ് ഉപയോഗിച്ചിട്ട് ആ ആണ്ട് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ നമ്മളെ എന്താ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സുഖം തന്നെ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ തന്നെ ആ സുഖമൊക്കെ പോയി കാണും. അള്ളാഹുവിൻ്റെ കലാം നമുക്ക് കിട്ടുകയാണ്. ആ കിട്ടും നമ്മൾ പറയുന്നോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അല്ലേ പറയണേ. അള്ളാഹിനായിട്ടുള്ള നിസ്കാരത്തിൽ വരുന്ന ബന്ധം നോക്കി നമ്മൾ തെക്കുവീറാണ് കെട്ടും. തെക്കുവീറാണ് കെട്ടി മൊബൈൽ ഓണാക്കി വെക്കും, മറ്റേ ഉണ്ടാകും വാച്ച് നോക്കും, ടൈം എത്രയായി നോക്കും, ഇത് കഴിഞ്ഞാൽ ഏട്ടാ പോകേണ്ടത് നോക്കും, പുറത്തുള്ള ചെരുപ്പാരെങ്കിലും കൊണ്ടുപോകുമോ നോക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുക. പക്ഷേ അള്ളാഹിനായിട്ട് ഇത്ര അടുക്കണ നേരം, അത്രയും അടുത്ത നേരത്തെ ഇജാതി സ്വഭാവമാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉണ്ടാകുക? അല്ലാത്ത നേരത്തെ ഏതായാലും അങ്ങനെ തന്നെ കാരണം അള്ളാഹിൻ്റെ അടുത്ത് അടുത്ത് നിൽക്കണ നേരത്തും ഈ അശ്രദ്ധാണെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഓഫാക്കി വെക്കും. എന്തിനറിയോ? ഓഫീസിൽ ചെന്ന് ഡയറക്ടറേറ്റ് എന്തെങ്കിലും പറയുന്ന നേരത്ത് ഇത് വല്ല ചെന്നജ്ജ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമ്മൾ അള്ളാഹിൻ്റെ അടുത്താണ്, നമ്മൾ നിസ്കാരത്തിൽ പൂർണ്ണമായി അള്ളാഹിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പം ഈ ആദ്യ പണിയും ഈ ആദ്യ ചിന്തയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിക്കുമ്പോൾ തന്നെ എൻ്റെ കോലതാ. പിന്നെ അല്ലാത്ത നേരത്ത് നിസ്കരിക്കാത്ത നേരത്ത് നടക്കുമ്പോൾ എൻ്റെ സ്ഥിതി എന്താവുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹുവിനുമായുള്ള ഏറ്റവും ബന്ധത്തിലാണ് നിസ്കാരത്തിൽ നിൽക്കണം. സുജൂദിൽ അതിലേറെ അടുക്കുകയാണ്.
സുജൂദ് അതിലേറെ അടുക്കുകയാണ്. അപ്പോൾ ആ അടുപ്പത്തിലാണ് റസൂല് പറയാൻ അർ-റഹ്മാനിർ റഹീം അസ്നാ അലയ്യ അബ്ദീ. നമ്മൾ ആ ആയത്തോതുമ്പോൾ അള്ളാഹു പറയുന്നു, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നു, മജ്ജദനി അബ്ദീ, എൻ്റെ അടിമ എന്നെ ശ്രേഷ്ഠനാക്കി കണ്ടിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് ഹാദിഹി ബൈനി വ ബൈന അബ്ദീ വലി അബ്ദീ മാ സഅല, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കണക്ഷനാണിത്. അതുകൊണ്ടിതാ അവൻ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നവന് അവന് ഞാൻ അതിൻ്റെതായ ഉത്തരം നൽകുന്നു. ശേഷമാണ് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നാഥാ നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. ആത്മാർത്ഥമായിട്ട് ചൊല്ലുമ്പോൾ അള്ളാഹ് അതിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. നമ്മൾ ചിലർ ഫാത്തിഹ ഓതാൻ തന്നെ നിൽക്കലില്ല. ഫാത്തിഹ ഓതാത്തവൻ്റെ നിസ്കാരമില്ല എന്നാ സുഹൃത്തെ. ഓടിച്ചെന്ന് റുക്കോട് കൂടി കിട്ടിയ റുക്കോയും സുജൂദും കിട്ടിയ റക്കായത്ത് കിട്ടിയെന്ന് ഏതോ മദ്ഹബിൻ്റെ ഇമാമ് പറഞ്ഞീണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കാരം ശരിയാവില്ല. നമ്മളെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നാ. ഫാത്തിഹ വിട്ടുപോയാൽ റക്കായത്ത് നമുക്ക് കിട്ടൂല. ഫാത്തിഹ ഓതണം. അത് ഹൈ സ്പീഡ് ഫാത്തിഹ ആകാൻ വേണ്ടി അവസാനത്തിൽ ചെന്ന് ഇമാമ് റുക്കൂക്ക് പോകുമ്പോൾ തക്ബീർ കെട്ടി ഫാത്തിഹ കിട്ടുകയും ചെയ്തു, ഒക്കപ്പാടി ആയും ചെയ്തു, റക്കായത്തും കിട്ടി. അങ്ങനത്തെ റക്കായത്ത് നമ്മളെ അടുത്ത് തന്നെ വെക്കേണ്ടത്, അള്ളാഹിൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കാൻ പറ്റൂല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ഓതാത്തവന് നിസ്കാരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓതുന്ന നിസ്കാരമാകണം നമ്മളത്. റക്കായത്ത് നമുക്ക് കിട്ടണം. മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി അശ്രദ്ധമാകുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് ശ്രദ്ധയോടുകൂടി, എന്നാൽ എല്ലാം പറ്റ മറക്കാൻ അള്ളാഹ് പറഞ്ഞല്ല, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിസ്കരിക്കണത് എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പൂർണ്ണമായ നൃത്തം നമ്മളിൽ ഉണ്ടാകണം. മനസ്സും ആ സന്നിധിയിൽ നമുക്ക് ഹാജരാകുന്ന രൂപത്തിലാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആയത്തുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ആയത്ത് നമ്മളൊക്കെ അറിഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി എന്ന സിംഹാസനസ്ഥനായ അള്ളാഹുവിൻ്റെ വിശേഷണത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. എത്രയോ ശ്രേഷ്ഠമായത്. അല്ലാഹു സർവ്വനിയന്താവും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് തുടങ്ങുകയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലേ. ഉഖബത്തിൻ്റെ ആട്ടിടനായി നിന്നിരുന്ന, ജീവിതം പുലർത്തിക്കൊണ്ടുപോയിരുന്ന ആൾ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത് ആർക്കും പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാവുന്ന അവസ്ഥയാണ്. കാരണം ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് വലീദ് പരിശുദ്ധ ഖുർആൻ അത്രയും ശ്രേഷ്ഠമായി കേട്ടു. അവിശ്വാസിയായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടവരുണ്ടായിരുന്നു. ആ ഖുർആൻ കേട്ട ശത്രുക്കൾ പോലും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അല്പം കഴിഞ്ഞ് നമുക്ക് വിശദീകരിക്കാം. സൂറത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ പ്രാധാന്യം, നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ശരീരത്തിൽ ഊതി ശരീരത്തിൽ തടവിയിട്ട് വേണം കിടക്കാൻ. അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ മന്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രമില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയൂല. മന്ത്രം എന്ന് പറഞ്ഞാൽ കുന്ത്രം മന്ത്രമാകരുത് എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾക്കുള്ള മന്ത്രമുണ്ട് ചിലത്. വന്നോനെ പാട്ടിലാക്കി ഓനെ ഇനി യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടരുത് എന്ന് കരുതി സാ ഫൂഫ എന്ന് പറയണം. ഇത് ഇസ്ലാമിലെ മന്ത്രം അതല്ല. മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, അള്ളാഹിനോടുള്ള ദുആ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ചെന്ന മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ അല്ലേ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകം നോക്കുന്നത്, സഹാബികളോട് റസൂലുള്ളാഹി ഒരിക്കൽ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശരിയായ തമാശകൾ പറയാറുണ്ടായിരുന്നു. വെറുതെ തമാശ പറയല്ല, തമാശകൾ പറയാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, ഇന്ന് രാത്രി
ഖുർആനിൻ്റെ 1/3 ഓതി തീർക്കാൻ ആർക്കാ കഴിയുക? നമ്മളോടൊക്കെ ചോദിച്ചാൽ ആ സദസ്സിൽ പിന്നെ ആരും ഉണ്ടാവില്ല. 1/3 നമ്മളിപ്പോൾ ഒരു സൂറത്ത് തന്നെ ഓതിയാൽ തീരുമോ എന്നുള്ള കാര്യം പരിങ്ങല എന്നുള്ളിടത്തുനിന്ന്. പക്ഷേ സഹാബികളോട് ചോദിച്ചപ്പോൾ എന്താ 1/3 ഓതി തീർക്കാൻ റസൂലെ എങ്ങനെ ഇപ്പം അത് കഴിയുക? നിങ്ങൾ ഞങ്ങളോട് തന്നെയല്ലേ ചോദിച്ചത്, ഇന്ന് തന്നെയല്ലേ, ഇന്ന് രാത്രി തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു നിങ്ങൾക്ക് കഴിയും. എന്നാൽ കഴിയുമെങ്കിൽ കഴിയായിരിക്കും. എന്നാലും റസൂലുള്ള എങ്ങനെയാണ്? റസൂലുള്ള പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് സുലുസുൽ ഖുർആനാണെന്ന്. സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഇത് സൂറത്തുൽ ഇഖ്ലാസ് തന്നെ വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രയും വലിയ ആശയം? ആ പരിശുദ്ധ ഖുർആനിൽ എന്ത് ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളുടെ ആ ഉൾക്കൊണ്ടിട്ടുള്ളതിൻ്റെ ചെറിയ ഒരു വിവരണം നമുക്ക് നൽകുന്ന, ആശയം നൽകുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അത്തരത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ്, ആ സൂറത്തുൽ ഇഖ്ലാസ് ശ്രേഷ്ഠമാണ്. അതുപോലെ ആയത്തുകളുടെ ശ്രേഷ്ഠത, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇപ്രകാരത്തിലാണ്. നമുക്കൊക്കെ വായിക്കാനും പഠിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഖുർആൻ, അതിന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റേതായ പരിഗണനയോടുകൂടി ഓരോ ആയത്തുകൾ കാണുന്നതുകൊണ്ടാണ് ധൃതിപ്പെട്ട് മനപ്പാടാക്കി വരുന്നത്. ധൃതിപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ ധൃതി ഉണ്ടാവും. എന്താ അറിയോ, വളമ്പിയടെ വെച്ചാണ് എവിടെയായി വേഗം നടക്ക് എന്ന് പറഞ്ഞ് ധൃതി കൂട്ടി ചിലപ്പോൾ അതിന് നമ്മൾ പോവാറുണ്ട്. നമ്മളാരും അങ്ങനെ ചെയ്യുന്നു എന്നല്ലോ പറഞ്ഞ്. അല്ലെങ്കിലോ ഉറങ്ങാൻ ധൃതി കാണിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് രൂപത്തിലായിരുന്നാലും നമുക്ക് ധൃതി കാണിക്കാം. റസൂലുള്ള മനപ്പാടമാക്കാൻ വേണ്ടി ധൃതി കാണിച്ചു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് മൊത്തത്തിൽ തന്നെ ഒരു നാശത്തിൻ്റെ വക്കിലെത്തി ഫിത്ന, നമ്മളെ വേറെ ഫിത്തന ഉണ്ട് കേട്ടോ. ആ ഫിത്തന പിന്നെ പണ്ട് തന്നെ തുടങ്ങിയാലാ. ഏത് ഫിത്തന? സ്ത്രീകൾ പള്ളിയിലേക്ക് പോയാൽ ഫിത്തന ഉണ്ടാകുന്നതാണ്. എന്താണ് ഫിത്തന എന്നല്ലേ അതിൻ്റെ വിശദീകരണം പറയില്ല. ഫിത്തന എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമെന്നാ. കുഴപ്പമുണ്ടാകുമ്പോൾ ആണുങ്ങൾക്ക് തന്നെ ചുമയല്ല, സുന്നത്തേ ഉള്ളൂ. കാരണം എന്താ അറിയോ, വെടിവെപ്പ്, ഒച്ചയുംപൊളി, ആകെ യുദ്ധം, ബോംബ്, ഇങ്ങനെയാകുമ്പോൾ ആരെങ്കിലും പുറത്തിറങ്ങുമോ? ഇല്ല. പെരും കാറ്റും മഴയും ഐസിൻ്റെ കട്ടിയൊക്കെ പാടെ ഉച്ചക്കൊരു 12:30 ബുഗാൻ മെൻകെട്ട ആരെങ്കിലും ജുമയ്ക്ക് പോകുമോ? ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ജുമയുടെ കാര്യത്തിൽ എന്തില്ല, അവന് സുന്നത്താണ്. കാരണം എന്താ? ഫിത്തനയാണ്. നമ്മളെ ആളുകൾ ഇത്രയും നമ്മുടെ കേരളത്തെ കുറിച്ചും അതുപോലെ ഇന്ത്യയെക്കുറിച്ചൊക്കെ ഒരു സുരക്ഷിതമായ രാജ്യമാണ്. ഇസ്ലാമിക പ്രബോധനം നടത്താനും ഇസ്ലാമിന് വേണ്ടിയൊരു കാര്യത്തിന് പുറത്തു പോകാനും ബാക്കിയുള്ളതിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സൗകര്യത്തിൽ നമുക്ക് പോകാം. അങ്ങനത്തെ ഒരു നാട്ടിൽ വെച്ചിട്ടാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ ഫിത്തനയാണ്. അത് പോലീസുകാർക്ക് ആ വാക്കെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു കേസ് എടുക്കില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എവിടെ ഫിത്തന? കുഴപ്പം, ഉടൻ 144 പ്രഖ്യാപിക്കും. നമ്മളെ വേളിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ എല്ലാ മഹലിലും 144 പ്രഖ്യാപിക്കണം. കാരണം അത്രയും വലിയ ഫിത്തനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വേളിൽ പറയുക. എന്തിനാ പറയുന്നത്? ഞങ്ങൾ സ്ത്രീകൾ പള്ളിക്ക് പോയരുത് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്, ഫിത്തനയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ റസൂലുള്ള പറഞ്ഞു മൊത്തത്തിൽ സമൂഹത്തിന് ഫിത്തന വരും എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ തകർച്ച, സാംസ്കാരികമായ തകർച്ച, അതുപോലെ തന്നെ അമലുകളിലുള്ള തകർച്ച, ബിദ്അത്തുകൾ ഭരിക്കുക, അതുപോലെ തന്നെ ഏറ്റവും ഷർറുള്ളവർ അധികാരം നടത്തുന്ന ഒരു കാലം, ഇങ്ങനെയൊക്കെ പാടെ വരുമ്പോൾ അതൊരു വലിയ കുഴപ്പം തന്നെയാണ്. ആ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് സഹാബികൾ റസൂലിനോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുകയാണ്. മുഖരിജ് എന്ന് പറയുന്നത് അഥവാ മോചിപ്പിക്കാൻ നൽകുന്ന കാര്യം, നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് കിതാബുൽ അസീസ്, ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആനാകുന്നു അത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആ ഖുർആൻ എന്തെന്നല്ലേ? ഹുവൽ ദിക്റുൽ ഹകീം, യുക്തിപൂർണമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന യുക്തിപൂർണമായ പരിശുദ്ധ ഖുർആൻ എന്ന ഉത്ബോധനമാകുന്നു. വന്നൂറുൽ മുബീൻ, വ്യക്തമായ പ്രകാശമാകുന്നു അത്. വസ്സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയാകുന്നു അത്. വഫീഹി ഖബറും മൻ ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വാർത്തകൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വനബഉം മാ ബഅദക്കും,
നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വൃത്താന്തങ്ങളും അതിലുണ്ട്. വഹുക്കുമും മാ ബൈനക്കും, നിങ്ങൾക്കുള്ള കാര്യങ്ങളുടെ വിധിയും കാര്യങ്ങളും അതിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ലി, കാര്യങ്ങളുടെ വേർതിരിവ് തന്നെയാകുന്നു ഖുർആൻ. ലൈസ ബിൽ ഹസ്ലി, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തമാശക്ക് വേണ്ടി അവതരിക്കപ്പെട്ടതല്ല. ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് അല്ലാഹുവിന്റെ ഉറച്ച പാശവും കയറുമാകുന്നു. വഹുവല്ലദീ ലാ തസീഗു ബിഹിൽ അഹ്വാഹു, ഇച്ഛകൾ അതിനനുസരിച്ച് പിൻപറ്റി പോകുന്നുവെങ്കിൽ അവന്റെ ഇച്ഛകൾക്ക് അതിൽ നിന്ന് വഴിതെറ്റലുണ്ടാകുന്നതല്ല. വലാ തൽതബിസു ബിഹിൽ അൽസിന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നാവുകളാണെങ്കിൽ ആ നാവുകൾക്കൊരു ഇൽത്തിബാസ് ഉണ്ടാവുന്നതല്ല, മോശമായ കാര്യങ്ങളിലേക്ക് അത് വഴിതെറ്റിപ്പോകുന്നതല്ല, നിന്ദ്യമായ സംസാരങ്ങൾ അവൻ സംസാരിക്കുന്ന അവസ്ഥയില്ലാതെയാകും. വലാ തതശഅബു ബിഹിൽ ആറാഉ, അഭിപ്രായങ്ങൾക്കൊരിക്കലും ഭിന്നാഭിപ്രായങ്ങളും വ്യത്യസ്തങ്ങളും ഉണ്ടാവുകയില്ല. വലാ യമല്ലുഹു ഇല്ലൽ അത്ഖിയാഉ, ഒരിക്കലും അതിൽ നിന്നുള്ള സൂക്ഷ്മ പാലിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭയഭക്തന്മാർ, അവർക്കൊരിക്കലും അത് ഓതുന്നതൊരു മടുപ്പുണ്ടാക്കുന്നതല്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാഉ, പണ്ഡിതന്മാർ ഒരിക്കലും അതിൽ നിന്ന് വിശപ്പടങ്ങുകയില്ല. ഒരു കാലത്ത് പരിശുദ്ധ ഖുർആനൊക്കെ മാറ്റിവെച്ചിട്ട് മാലി മൗലൂദും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അല്ലേ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതുമായി ബന്ധമില്ലാതെ ഖുർആൻ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് കാലയുടെയും ഹീലയുടെയും ഒക്കെ പിറകെ നടക്കി. ഇക്കാലഘട്ടത്തിലും കണ്ടില്ലേ നിങ്ങൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അല്ലേ, മുഹിദ്ദീൻ മാല തെറ്റാണെങ്കിൽ പരിശുദ്ധ ഖുർആനും തെറ്റാണ്. ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ കലാമിനെ നിന്ദിക്കുന്നു, ഖുർആൻ ഓതല്ല, യാസീൻ ഓതൂല എന്നൊക്കെ കുറ്റം പറയലേ. പക്ഷേ ഇത്തരത്തിൽ രചിക്കപ്പെട്ട മനുഷ്യനെ മുഴുവൻ വഴിതെറ്റിക്കുന്ന വിധത്തിൽ യഥാർത്ഥത്തിലുള്ള മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വഷളാക്കുകയും ജനമധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സ്ഥാനം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും വീടുകൾ തോറും പാരായണം ചെയ്യാൻ വേണ്ടി ഇറക്കുകയും അതിൻ്റെ പരിഭാഷ ഇറക്കുകയും ചെയ്തിട്ട് വ്യാഖ്യാനം ഇറക്കിയിട്ടാ ചില പണ്ഡിതന്മാർ പറയുക മുഹിദ്ദീമാല തെറ്റാണ്, ഈ പരിശുദ്ധ ഖുർആനും തെറ്റാവും. സുഹൃത്തെ, ഖുർആൻ്റെ അള്ളാഹുവിൻ്റെ കലാമാണ്, കലാമുകൾക്ക് തെറ്റില്ല. മറ്റേതില്ലാത്തത് പടച്ചുണ്ടാക്കി പറഞ്ഞതാണ്, അതുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല. ആര്? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളായിട്ട് വല്ല ബന്ധമുണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖ് അവറുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യമായി അദ്ദേഹം തിരികൊളുത്തി കത്തിക്കുക ഇന്നുള്ള ഈ മാലയായിരിക്കും. കാരണം എന്താ? അത്ര നിന്ദിക്കാൻ വേണ്ടിയല്ലേ ഇത്. മുഹയ്യുദ്ദീനാണ്, മുമീത്തുദ്ദീനല്ല. മുഹയ്യുദ്ദീൻ എന്ന് പറഞ്ഞറിയോ, ദീനിനെ ജീവിപ്പിക്കുന്നവനാ. ഇതിൽ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഇത് മുഹയ്യുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചല്ല, ബെയ്ത്ത് മുമീത്തുദ്ദീനെ കുറിച്ചാണ്. കാരണം എന്താ? ദീനിനെ മരിപ്പിക്കുന്നവൻ എന്നാണ്. അത് എഴുതിയ ആൾ ദീനിനെ മരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. യഥാർത്ഥത്തിൽ സാക്ഷാൽ മുഹയ്യുദ്ദീനാണ്. മുഹയ്യുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ജീവിപ്പിക്കുന്നവൻ, ജീവൻ നൽകുന്നവനാ. അള്ളാഹിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ. അള്ളാഹുവിൻ്റെ കലാമുകൾക്ക് അതിൻ്റെതായ സ്ഥാനം നോക്കൂ നിങ്ങൾ. പണ്ഡിതന്മാർക്ക് അതിൽ നിന്ന് വിശപ്പടങ്ങുകയില്ല. ആവർത്തിച്ചൊരാൾ ചൊല്ലുന്നത് ഒരിക്കലും അവൻ അതിൻ്റെതായ ഒരു വിഷമമുണ്ടാക്കുകയോ ഒരു മടുപ്പുണ്ടാക്കുകയോ അതുപോലെ ദുർബലത നൽകുകയോ ചെയ്യുകയില്ല. അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഒരിക്കലും തന്നെ മുറിഞ്ഞു പോകുന്നതോ ഇല്ലായ്മ ചെയ്യുന്നതോ അല്ല. അതിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. വെറുതെ പറഞ്ഞുണ്ടാക്കലുണ്ട്. അവിടെ ഒരു കിണറുണ്ടായിന്, കിണറിൽ വെള്ളം പൊന്തലുണ്ടായിന്, അതിൽ നിന്നിട്ടൊരാൾ വന്നു. ആ ആൾ പിന്നെ ഇറങ്ങി, പിന്നെ അയാൾ കയറി എന്നിട്ടില്ല, പിന്നെ അയാൾ മക്കത്താ പൊന്തി എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടാക്കലുണ്ട്. അത് പിന്നീട് ഒടുങ്ങലും ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും തന്നെ മുറിഞ്ഞു പോകുന്നതോ നശിച്ചു പോകുന്നതല്ല. മൻ അല്ലമ ബിഹി അല്ലമഹു സബഖ, ആരെങ്കിലും ഖുർആൻ ഒരാളെ പഠിപ്പിച്ചാൽ അവൻ മുൻകഴിഞ്ഞ കാര്യങ്ങളും മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളും അതിലെ സത്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്നു. വമൻ ഖാല ബിഹി സ്വദഖ, ആരെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ സ്വദഖ, അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. വമൻ ഹക്കമ ബിഹി അദല,
ആരെങ്കിലും വിധിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ നീതി പാലിച്ചിരിക്കുന്നു. വമൻ അമില ബിഹി ഉജ്റാ, ആരെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുവെങ്കിൽ അവൻ പ്രതിഫലം ലഭ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ദഅ ഇലൈഹി, അതിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചുവെങ്കിൽ അവൻ വിളിച്ചിരിക്കുന്നത് ഹദാ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ യഥാർത്ഥത്തിൽ നേരായ പാതയിലേക്കാണ് ക്ഷണിച്ചത്. മാലയിലേക്കല്ല സുഹൃത്തെ ക്ഷണിക്കുന്നത്, മൗലീദിലേക്കല്ല സുഹൃത്തെ ക്ഷണിക്കുന്നത്, മങ്കൂസിലേക്കല്ല സുഹൃത്തെ ക്ഷണിക്കുന്നത്, അള്ളാഹുവിൻ്റെ കലാമിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ ദൂതന്റെ ചര്യയിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ ഹദാ, അവൻ മാർഗം കാണിക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക് അവൻ വഴി കാണിച്ചു തരുന്നു. നാം എന്ത് ചെയ്യണം? ഇതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. സുഹൃത്തേ, ഇന്ന് നമ്മളുടെ അവസ്ഥ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് നമുക്കറിയാം. അത് കലാമാണ്, അത് മുസ്ഹഫാണ്, അത് താഴെ 15 അത് മേലെ 15 അത് ഗൾഫ് മുസ്ഹഫാണ്, ഇവിടെ നിന്ന് അച്ചടിച്ചതാണൊക്കെന്നറിയാം. പക്ഷേ ആ വിവരമല്ല പ്രധാനം. ഖുർആനിൻ്റെ ഉള്ളറയെക്കുറിച്ച് അറിയണം. ഖുർആൻ പറഞ്ഞു, മസലുല്ലദീന ഹമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. മുൻകാലത്ത് കഴിഞ്ഞു പോയ മനുഷ്യന്മാർ അവർക്ക് നൽകിയ ഗ്രന്ഥത്തെ ചുമന്നുകൊണ്ട് നടന്നവരായിരുന്നു, ഏറ്റി നടന്നവരായിരുന്നു. അവർ ഖുർആൻ, അവരുടെ ഗ്രന്ഥം കൊണ്ട് നടന്നിരുന്നു, തൗറാത്തും ഇഞ്ചീലുമൊക്കെ. പക്ഷേ എന്തെന്നല്ലേ, അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. കഴുതയുടെ പുറത്ത് ഗ്രന്ഥം ചുമന്നുകൊണ്ടുപോയാൽ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് കഴുതക്കറിയില്ല. കഴുതതിൻ്റെ വെയിറ്റ് മാത്രമാണ് അറിയുക. നമുക്കും ഖുർആൻ്റെ വെയിറ്റ് മാത്രം അറിയും. ഖുർആൻ 1.25 ഇഞ്ചുള്ള ഖുർആൻ ഉണ്ട് എന്നറിയാം, 2.25 ഇഞ്ചുള്ള ഖുർആൻ നോർത്തുണ്ട് എന്നറിയാം, ഏറ്റവും വലിയ ഖുർആൻ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ അതൊന്നുമല്ല ഖുർആനിൻ്റെ ശ്രേഷ്ഠത. ഖുർആനിൻ്റെ ഉള്ളിലുള്ള അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ കഴുതയെപ്പോലെയുള്ള വിഭാഗത്തിൽ നിന്ന് മനുഷ്യരെ പോലെയുള്ള വിഭാഗത്തിലേക്ക് അള്ളാഹു നമ്മളെ എണ്ണി മാറ്റുന്നതാണ്. സുഹൃത്തെ, പഠിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ശ്രേഷ്ഠരാണ്. വീട്ടിൽ നാട്ടിൽ ചെല്ലുമ്പോൾ, എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കാനുണ്ട്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരാണ്. നമ്മൾ നമ്മുടെ മഹല്ലിൽ ശ്രേഷ്ഠരാകും, നമ്മളുടെ തറവാട്ടിൽ ശ്രേഷ്ഠരാകും. ഭാര്യ വീട്ടിൽ ചെന്നാൽ പുതുമാരൻ ശ്രേഷ്ഠനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഭൂമുഖത്ത് ആരാണ് ശ്രേഷ്ഠൻ? അഫ്ളലുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് മൻ അലിമൽ ഖുർആന, ഖുർആൻ പഠിച്ചവനും സുമ്മ അല്ലമഹു, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ്. ആ ശ്രേഷ്ഠത കൂടി നമ്മൾ നേടിയെടുക്കുക. പണം സമ്പാദിക്കുന്നവനാണ് നമ്മൾ. നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ദുഃഖിക്കാറുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകാത്ത സമ്പത്ത് ശേഖരിക്കാൻ കഴിഞ്ഞാൽ സർവ്വതും തൊലഞ്ഞു എന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് കൈകാലുകൾ മുറിഞ്ഞു പോയി എന്നിരിക്കുക. ഒരിക്കലും നഷ്ടപ്പെടാത്ത സമ്പാദ്യം ലഭിച്ച സന്തോഷം നമുക്കുണ്ടാകും. എന്താണെന്നല്ലോ, നിങ്ങൾ ഖുർആൻ പഠിക്കുകയും മറ്റൊരാളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ലഭിച്ച പണം നഷ്ടപ്പെട്ടു പോയാൽ പോയി എന്ന് കണക്ക് കൂട്ടിയാൽ മതി. പക്ഷേ ഖുർആനിലെ ആയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് മറന്നു പോയാൽ, നമ്മൾ കഴിഞ്ഞെല്ലാം ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തു, KHLS-ൽ, അല്ലെങ്കിൽ അതിനുശേഷം ഖുർആൻ പഠനവേദികളിൽ പങ്കെടുത്തു, ഖുർആൻ പഠിച്ചു. ഇക്കൊല്ലം ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടണില്ല, അടുത്ത റമളാനിൽ ഇനി വീണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണെന്നല്ലേ, ബിഅ്സമാലി അഹദിഹിം, അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഏറ്റവും മോശമായവൻ, നീചനായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അൻ യഖൂല നസീതു ആയതൻ കീത, ആ ഒരായത്തുണ്ടല്ലോ, മറന്നുപോയി, ഓർമ്മ കിട്ടണില്ല, ഏതാപ്പത്, അതിൻ്റെ അർത്ഥം എനിക്ക് ഓർമ്മല്ല, ഞാനത് പഠിച്ചതായിരുന്നല്ലോ, മറന്നുപോയി
എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ഏറ്റവും നീചനാണ്. സുഹൃത്തെ, കൂട്ടുകാരൻ്റെ ഫോൺ നമ്പർ ചോദിച്ചാൽ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഡയറി എടുത്ത് തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഒരു സാധനത്തിൻ്റെ വില മറന്നുപോയാൽ മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ചെരുപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ താഴത്ത് മറന്നതാണെന്ന് പറയാം. എൻ്റെ പെൻ എവിടെയെന്ന് ചോദിച്ചാൽ റൂമിൽ വെച്ച് മറന്നു വെച്ചു എന്ന് പറയാം. എൻ്റെ മൊബൈൽ ഫോൺ എവിടെ എന്ന് ചോദിച്ചാൽ അത് മറന്നതാണെന്ന് പറയാം. പക്ഷേ അല്ലാഹുവിൻ്റെ കലാം ഒരാൾ പഠിച്ചു വെച്ചുവെങ്കിൽ അതൊരുത്തൻ മറന്നു പോയാൽ അവൻ ഏറ്റവും നീചനാണ് കൂട്ടത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ തുരുമ്പെടുക്കാതെ ഓതി നമുക്കത് നഷ്ടപ്പെടാതെ എന്നും മറക്കാതെ അള്ളാഹു നൽകുന്ന കലാമുണ്ടല്ലോ, കലാമിനെ നമ്മുടെ ഹൃദയത്തിൽ പഠിച്ചു വെച്ചത് 4 ആയത്താണെങ്കിൽ അത് വിട്ടുപോകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പഠിച്ചാൽ എന്താണൊരു നേട്ടം എന്ന് ചോദിക്കാറുണ്ട് സഹോദര. ഭൗതിക ലോകത്തിലും ഖുർആൻ കൊണ്ട് മെച്ചമുണ്ട്. കാരണം നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ വിശ്വാസിയായ നമുക്കൊരു കൂട്ടിന് ചിലപ്പോൾ ആളെ കിട്ടി എന്ന് വരാം, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. ഓൻ്റെ ബസ് ചാർജ് കൊടുക്കുകയാണെങ്കിലേ ചിലപ്പോൾ ഒപ്പം പോരൂ. ചിലർ ചോദിക്കും പൊറാട്ട വാങ്ങിത്തരാണെങ്കിൽ പോരാന്നൊക്കെ പറയലുണ്ട്. എൻ്റെ വണ്ടിക്കൂലി കൊടുക്കുകയാണെങ്കിൽ റിട്ടേണും കൂടി കൊടുക്കുകയാണെങ്കിൽ പോരാന്ന് പറയാറുണ്ട്.